ന്യൂസ് ആൻഡ് വ്യൂസ് ആരംഭിക്കുന്നു. KSUവിൻ്റെ നെയ്യാർ ക്യാമ്പിൽ മദ്യലഹരിയിൽ നടന്ന സംഘർഷം കുട്ടിക്കളിയാണെന്നാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞത്. നേതാക്കൾ തമ്മിലടിക്കുകയും രണ്ടുപേർക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്ത സംഭവത്തെ പ്രതിപക്ഷ നേതാവ് എത്ര നിസ്സാരമായിട്ടാണ് കാണുന്നത്. കൈരളി ന്യൂസാണ് ഇന്നലെ ഈ വാർത്ത ആദ്യം പുറത്തു കൊണ്ടുവന്നത്. തുടർന്ന് KPCC അന്വേഷണ കമ്മീഷനെ വയ്ക്കുകയും KSU ക്യാമ്പിൽ നടന്നത് ഗൗരവതരമായ പ്രശ്നങ്ങളാണെന്ന് KPCCക്ക് കമ്മീഷൻ റിപ്പോർട്ട് നൽകുകയും ചെയ്തു. അതിൻ്റെ ആദ്യ പ്രതിഫലനമായിരുന്നു 4 നേതാക്കൾക്കെതിരെ ഇന്നെടുത്ത നടപടി. 4 പേരെ സംഘടനയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. എന്നാൽ ഇത് മുഖം രക്ഷിക്കാനുള്ള നടപടി മാത്രമാണോ എന്നതാണ് ഒരു ചോദ്യം. മറ്റൊന്ന്, സസ്പെൻഷൻ നടപടി തന്നെ മറ്റൊരു കലഹത്തിനാണ് തുടക്കമിട്ടിരിക്കുന്നത്. സസ്പെൻഡ് ചെയ്യപ്പെട്ട അനന്തകൃഷ്ണൻ ഉൾപ്പെടെയുള്ളവർ K സുധാകരനെ അനുകൂലിക്കുന്നവരാണ്. സുധാകരൻ പക്ഷത്തുള്ളവർക്കെതിരെ ഏകപക്ഷീയമായി നടപടിയെടുത്തെന്ന ആരോപണം കോൺഗ്രസിലെ ചേരിതിരിവ് KSUവിലേക്കും നീങ്ങുന്നു എന്നതിൻ്റെ വ്യക്തമായ സൂചനയാണ്. ചുരുക്കി പറഞ്ഞാൽ, നടപടിയെടുത്തില്ലെങ്കിൽ കുഴപ്പം, എടുത്താലും കുഴപ്പം എന്ന അവസ്ഥയിലാണ് ഇപ്പോൾ കോൺഗ്രസ്. ഇന്ന് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത് PMR ഷോ SFI സംസ്ഥാന സെക്രട്ടറി ശ്രീകുമാർ മനയിൽ, നൃപനാണ് ഇന്നലെ ഈ വാർത്ത ആദ്യം റിപ്പോർട്ട് ചെയ്തത്. ഞാൻ ആർഷോയിലേക്ക് വരികയാണ് ആദ്യം. ആർഷോ, ഞാനിപ്പോൾ ഇന്ന് ഈ ചർച്ചയ്ക്ക് മുമ്പ് ഇന്നലെയുണ്ടായ ഈ കൂട്ടത്തല്ല്, അതുപോലെ തന്നെ ചോരക്കളി, ഇതെല്ലാം സംഭവിച്ചതുമായി ബന്ധപ്പെട്ട് ഞാൻ എല്ലാം ഇങ്ങനെ നോക്കിയ കൂട്ടത്തിൽ മലയാള മനോരമയൊന്ന് പത്രമൊന്ന് ഓടിച്ചു വായിച്ചു നോക്കിയപ്പോൾ അതിൻ്റെ ജില്ലാ പേജിലാണ് ഇന്നലത്തെ ഈ വാർത്തയുള്ളത്. മറ്റ് അത്ര ഗൗരവമായ ദൃശ്യമാധ്യമങ്ങളിലൊക്കെ വന്നൊരു വാർത്ത ഇന്നൊരു ജില്ലാ പേജിലാണ്. സ്വാഭാവികമായി അത് അവരുടെ തീരുമാനമാണ്, അത് നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല. അതല്ലല്ലോ വിഷയം. ഞാൻ ആർഷയോട് പറയാൻ വന്നത് അതിലൊരു വാചകമാണ്. കൊള്ളരുതാത്ത നേതൃത്വത്തിൻ്റെ പിടിപ്പുകേട് എന്നാണ് KPCC പ്രസിഡന്റ് നിയോഗിച്ച KPCC സമിതിയുടെ കണ്ടെത്തൽ. പ്രാഥമികമായ കണ്ടെത്തലതാണ് KSU എന്ന വിദ്യാർത്ഥി സംഘടനയുടെ കൊള്ളരുതാത്ത നേതൃത്വത്തിൻ്റെ പിടിപ്പുകേട് എന്നാണ് അവരുടെ കണ്ടെത്തലെന്നാണ് ആ വാർത്തയിൽ എഴുതി വച്ചിരിക്കുന്നത്. SFI എന്തു പറയുന്നു? അല്ലതിലും മലയാള മനോരമ ഉൾപ്പെടെയുള്ള ചില വലതുപക്ഷ മാധ്യമങ്ങൾ നിലവിൽ KSUവിനെ പ്രണയിക്കുന്നത് കാണുമ്പോൾ ഇതുപോലെ മജീദ് സുഹറയെ പോലും പ്രണയിച്ചിട്ടുണ്ടാവില്ല എന്നുള്ളതാണ് നമുക്ക് തോന്നുക. ആ നിലയിലുള്ള പ്രണയമാണ് ചില വലതുപക്ഷ മാധ്യമങ്ങളെ സംബന്ധിച്ച് അവർക്കുള്ളത്. അത് ഇന്നോ ഇന്നലെ തുടങ്ങിയിട്ടുള്ളതല്ല എന്നും അത് കാലങ്ങളായി നീണ്ടുപോകുന്നതാണ് എന്നുള്ളതിനെ സംബന്ധിച്ച് നമുക്ക് തർക്കമില്ല. എന്നാൽ ഇവിടെ വിഷയം അതല്ല. ഇവിടെ ഒരു ഉത്തരവാദിത്വപ്പെട്ട വിദ്യാർത്ഥി സംഘടന അവരവരുടെ സംസ്ഥാന ക്യാമ്പ് നടത്തുന്നു. ആ ക്യാമ്പുമായി ബന്ധപ്പെട്ട് തമ്മിലടിക്കുക എന്ന് വെച്ചാൽ, അപ്പോൾ ഇതുവരെ ഇതിൽ പരിക്കേറ്റവരുമായി ബന്ധപ്പെട്ടുള്ള വിശദാംശങ്ങളൊക്കെ പുറത്തു വരാതിരിക്കുന്നതിന് വേണ്ടി അവരെ കൊണ്ട് സാധിക്കുന്നതിൻ്റെ പരമാവധി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത് അതിൽ 2 ഉത്തരവാദിത്വപ്പെട്ട KSUവിൻ്റെ മണ്ഡലം പ്രസിഡന്റുമാർ അതീവ ഗുരുതരമായിട്ട് പരിക്കേറ്റവർ ആശുപത്രിയിലാണ്. അതിനകത്ത് ഒരാളുടെ വെയിനടക്കം കട്ടായിട്ടുണ്ട് എന്നുള്ള വിവരങ്ങളാണ് നമുക്ക് ഈ പറഞ്ഞ KSUവിൻ്റെ ഉത്തരവാദിത്വപ്പെട്ട നേതൃത്വത്തിൽ നിന്ന് തന്നെ വളരെ വ്യക്തിപരമായി ലഭിച്ചുകൊണ്ടിരിക്കുന്ന വിവരം. അപ്പം അങ്ങനെ ഈ നിലവിൽ KSUവിൻ്റെ ഒരു സംസ്ഥാന ക്യാമ്പ് നടത്തുകയാണ് എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അവരുടെ ഇപ്പോൾ ഏതാനും നാളുകൾക്ക് മുൻപാണ് അവരുടെ സംസ്ഥാന കമ്മിറ്റി യോഗത്തിനകത്ത് കയ്യാങ്കളി ഉണ്ടായിട്ടുള്ളത്. അവരുടെ സംസ്ഥാന കമ്മിറ്റി യോഗം നടക്കുകയാണെന്നുണ്ടെങ്കിൽ അത് വലിയൊരു ക്രമസമാധാന പ്രശ്നമായി മാറുന്ന നിലയിലേക്ക് കേരളത്തിനകത്ത് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വിദ്യാർത്ഥികളെ സംബന്ധിച്ച് അവരുടെ ഉത്തരവാദിത്വപ്പെട്ട സംസ്ഥാന നേതൃത്വത്തിൻ്റെ നിലവാരം ഇതാണ് എങ്കിൽ എങ്ങനെയാണ് ക്യാമ്പസിനകത്ത് ഈ പറഞ്ഞ വിദ്യാർത്ഥി സംഘടനയോട് ചേർന്ന് പ്രവർത്തിക്കുക എന്നുള്ളത്? സ്വന്തം സംഘടനയ്ക്കൊക്കെ നമുക്കൊക്കെ എന്തിനേക്കാൾ അപ്പുറത്ത് ആത്മാർത്ഥതയുണ്ടാകും ഒരുമിച്ച് മുദ്രാവാക്യം വിളിക്കുന്ന മനുഷ്യരോട്, ഒരുമിച്ച് സമരം ചെയ്യുന്ന, ഒരുമിച്ച് സംഘടനാ പ്രവർത്തനം നടത്തുന്നവരോടൊക്കെ നമുക്ക് അഭേദ്യമായിട്ടുള്ള ബന്ധം ഉണ്ടാകും. ബന്ധമുള്ളത് കൊണ്ടല്ലേ ഇതുപോലൊരു ക്യാമ്പ് നടക്കുമ്പോൾ അതിനുശേഷം വളരെ സന്തോഷത്തോടെ അവരുടെ പാട്ടിൽ ചേരുക, അവർക്കൊപ്പം ഇപ്പോൾ ആർഷോ സംസ്ഥാന സെക്രട്ടറിയാണ്, അലോഷ്യസ് സംസ്ഥാന പ്രസിഡൻ്റാണ് KSUവിൻ്റെ. ആ പ്രവർത്തകർക്കൊപ്പം അല്ലെങ്കിൽ സഹപ്രവർത്തകർക്കൊപ്പം സന്തോഷിക്കുന്നു, ഡാൻസ് ചെയ്യുന്നു. ഇതെല്ലാം ആ ഒരു KSUവിനകത്തെ ആ അടുപ്പത്തിൻ്റെ ഒരു സ്പേസിനെയല്ലേ കാണിക്കുന്നത്. ഇഷ്യൂസൊക്കെ ഉണ്ടായി, കാര്യം ശരിയാണ്, എന്നാൽ പോലും അല്ല, അതിനകത്ത് ആ സന്തോഷവുമായി ബന്ധപ്പെട്ട് ആഹ്ലാദ പ്രകടനവുമായി ബന്ധപ്പെട്ട് ഇന്നവരുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി തന്നെ മറ്റൊരു ചാനലിൽ ടെലിബൈറ്റ് കൊടുത്ത ഘട്ടത്തിൽ നമ്മൾ കേട്ടത് ആ ക്യാമ്പിനകത്തുണ്ടായിരുന്ന 70% ആളുകളും ഈ പറഞ്ഞ പോലെ ലഹരി ഉപയോഗം നടത്തിയിരുന്നു എന്നുള്ളതാണ് ക്യാമ്പ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ. അതായത് ഉത്തരവാദിത്തപ്പെട്ട ഒരു വിദ്യാർത്ഥി സംഘടനയാണ്. അപ്പോൾ അത് അവരുടെ വളരെ അതായിരിക്കും അവരുടെ ശീലം, അല്ലെങ്കിൽ അവരുടെ മാതൃസംഘടന ഉൾപ്പെടെ അവരെ പഠിപ്പിച്ചു വെച്ചിട്ടുള്ളത് ആ നിലയിലായിരിക്കും, അത് അവരുടെ കാര്യം. എന്നാൽ അങ്ങനെ സന്തോഷം പങ്കിടുമ്പോഴും അതിൻ്റെ തുടർച്ചയുണ്ടാകുന്നത് ഒരുമിച്ച് മുദ്രാവാക്യം വിളിക്കുന്ന ആളുകളുടെ തലയടിച്ച് പൊളിക്കുന്ന നിലയിലേക്ക്, അതിക്രൂരമായി ആക്രമിക്കുന്ന നിലയിലേക്ക്. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞിട്ട് ഉത്തരവാദിത്തപ്പെട്ട പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ള ആളുകൾ അത് കുട്ടിക്കളിയാണ് എന്ന് പറഞ്ഞ് ഇപ്പോൾ ലോകത്ത് എല്ലാത്തിനെക്കുറിച്ചും ഇപ്പോൾ
SFI തോണ്ടി SFI മാന്തി എന്ന് പറഞ്ഞ് മണിക്കൂറുകളോളം പത്രസമ്മേളനം നടത്തുന്ന പ്രതിപക്ഷ നേതാവിനെ നമ്മൾ ഇതിനു മുൻപ് കണ്ടിട്ടുണ്ട്. ഇവിടെ ഗുരുതരമായി ഒരുമിച്ച് സംഘടനാ പ്രവർത്തനം നടത്തുന്ന ആളുകൾ തമ്മിലടിച്ച് ഈ പറഞ്ഞ പോലെ വലിയ ലഹരിയുടെ ഒഴുക്ക് KSU ക്യാമ്പിനകത്തുണ്ടാകുന്നു. അതിൻ്റെ തുടർച്ചയിൽ പരിക്കേറ്റ് ആശുപത്രിയിൽ കിടക്കുന്നു. ഇതിനകത്തൊരു മരണം വരെ സംഭവിക്കാനുള്ള സാധ്യതകൾ അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളത് ആ രക്തനാളം കെട്ടി കിടക്കുന്ന ദൃശ്യങ്ങൾ നമ്മളൊക്കെ കണ്ടു. അപ്പോൾ ഇവരെ സംബന്ധിച്ച് ഇവർക്കിത് പുതുമയുള്ള കാര്യമല്ല. ഇപ്പോൾ ഇതിനു മുൻപുള്ള എത്രയോ അനുഭവങ്ങൾ നമ്മുടെ മുൻപിലുണ്ട്. പുതിയ വീട്ടിൽ ബഷീറിനെ കേരളം മറന്നിട്ടുണ്ടാകില്ലോ. KSUവിൻ്റെ പാനലിൽ മാഗസിൻ എഡിറ്ററായി മട്ടന്നൂർ കോളേജിനകത്ത് വിജയിച്ച അവരുടെ നേതാവായിരുന്നല്ലോ ഈ പറഞ്ഞ പോലെ പുതിയ വീട്ടിൽ ബഷീർ. പുതിയ വീട്ടിൽ ബഷീറിനെ ഉൾപ്പെടെ കൊലപ്പെടുത്തിയ ആളുകളെ സംബന്ധിച്ച് നിലവിൽ കൂടെ സംഘടനാ പ്രവർത്തനം നടത്തുന്ന ഒരാളുടെ തലയടിച്ച് കുളിക്കുന്ന അവരെ സംബന്ധിച്ച് അവർക്ക് പ്രധാനപ്പെട്ട കാര്യമായിരിക്കില്ല. സ്വാഭാവികമായും അതിനെ സംബന്ധിച്ച് പൊതുസമൂഹം ഇതിനോടകം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെ ശരിതെറ്റുകളെ സംബന്ധിച്ച് ഒരു വിദ്യാർത്ഥി സംഘടന എങ്ങനെയാണോ മുന്നോട്ട് പോകേണ്ടത് എന്നുള്ളതിനെ സംബന്ധിച്ചൊക്കെ ചർച്ചകൾ നടക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ നേരത്തെ അവതാരകൻ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ നമുക്കൊന്ന് തിരിച്ച് ചിന്തിച്ച് നോക്കാം. ഒരു SFIയുടെ യൂണിറ്റ് കമ്മിറ്റി യോഗത്തിൽ അല്ലെങ്കിൽ SFIയുടെ ഒരു പ്രാദേശിക ലോക്കൽ കമ്മിറ്റി യോഗത്തിലാണ് ഇന്നലത്തേതുപോലൊരു ദൃശ്യങ്ങൾ നമ്മുടെ നാട്ടിലെ പൊതുസമൂഹത്തിന് മുൻപിലേക്ക് വരുന്നത് എങ്കിൽ ഏത് വിധത്തിലായിരിക്കും കേരളത്തിലെ മുഖ്യധാര മാധ്യമങ്ങൾ അതിനോട് പുലർത്തുന്ന സമീപനം എന്നുള്ളതിനെ സംബന്ധിച്ച് ആഴ്ചകളോളം ഇതായിരിക്കും പ്രൈം ടൈം സംവാദം എന്നേ. അല്ല, ഞാൻ ചോദിക്കട്ടെ, ഞാനിതിപ്പോൾ ആർഷോയെ ചർച്ചയ്ക്ക് വിളിച്ചു, ആർഷോ ചർച്ചയ്ക്ക് വരാമെന്ന് സമ്മതിച്ചു. ഇന്ന് ഈ വൈകിട്ടത്തെ ചർച്ചയ്ക്ക് SFI സംസ്ഥാന സെക്രട്ടറി എന്നുള്ള നിലയിൽ വേറെ ഏതെങ്കിലും ചാനലുകൾ വിളിച്ചിരുന്നോ? ഇല്ല, ഇത് ഞാൻ പറഞ്ഞു മറിച്ചായിരുന്നുവെങ്കിൽ ഒരു യൂണിറ്റ് കമ്മിറ്റി യോഗത്തിൽ സംസ്ഥാന ക്യാമ്പിലൊന്നും വേണ്ട, സംസ്ഥാന ക്യാമ്പോ ജില്ലാ ക്യാമ്പൊന്നും വേണ്ട, ഒരു യൂണിറ്റ് കമ്മിറ്റി യോഗത്തിൽ നിന്ന് അല്ലെങ്കിൽ പ്രാദേശിക ലോക്കൽ കമ്മിറ്റി യോഗത്തിൽ നിന്ന് സമാനമായൊരു ദൃശ്യം പുറത്തേക്ക് വരികയായിരുന്നു എന്നുണ്ടെങ്കിൽ ഇപ്പോൾ SFI സംസ്ഥാന കേന്ദ്രത്തിൽ പ്രവർത്തിക്കുന്ന ഒരാൾക്കും ഇന്നിപ്പോൾ വൈകുന്നേരം വെറുതെ ഇരിക്കാൻ വേണ്ടി സമയം ഉണ്ടാവില്ല. ഒരു ചാനലിൽ നിന്ന് അടുത്ത ചാനലിലേക്ക് ഓടിക്കൊണ്ടേ ഇരിക്കണമായിരുന്നു. അപ്പോൾ ഇവർ എന്താ പറയുക നൽകിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രിവിലേജ് ഉണ്ടല്ലോ. ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ മജീദ് സുഹറെ പ്രണയിച്ചിട്ടുണ്ടാകില്ല ഇങ്ങനെ. ആ വിധത്തിലാണ് വലതുപക്ഷ മാധ്യമങ്ങൾ KSUവിനെ പ്രണയിച്ചുകൊണ്ടിരിക്കുന്നത്. അവർ പ്രണയം തുടർന്നു കൊള്ളട്ടെ. ഈ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ അവർ പ്രണയം തുടരുമ്പോഴും ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഇവർ തുടരുമ്പോഴും ഈ നാട്ടിലെ വിദ്യാർത്ഥി സമൂഹം, കേരളത്തിലെ വിദ്യാർത്ഥി സമൂഹം എങ്ങനെയാണ് ഈ വിദ്യാർത്ഥി സംഘടനകളെ കണ്ടിട്ടുള്ളത് എന്നുള്ളതിൻ്റെ അനുഭവം നമ്മുടെ മുന്നിലുണ്ട്. ഞങ്ങൾ എല്ലാ കാലത്തും പറയാറുണ്ട്, ഈ പറഞ്ഞ പോലെ ഈ മാധ്യമങ്ങളൊക്കെ തെറ്റായി അല്ലെങ്കിൽ SFIയൊക്കെ ഒറ്റപ്പെടുത്തുന്നതിന് വേണ്ടി തെറ്റായി അവതരിപ്പിക്കുന്നതിന് വേണ്ടിയൊക്കെ ശ്രമം നടത്തുമ്പോൾ ഞങ്ങൾ ആവർത്തിച്ച് പറയാറുണ്ട്, ഞങ്ങളെ സംബന്ധിച്ച് ഈ നാട്ടിലെ വിദ്യാർത്ഥി സമൂഹത്തിന് അറിയാം, അവർ ഞങ്ങളെ നേരിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകളാണ്. ഓരോ ദിവസവും ക്യാമ്പസുകളിൽ ഞങ്ങളെ കണ്ടുകൊണ്ട് നേരിട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളാണ്. അവർക്ക് ഞങ്ങളെ അറിയാം. അതുപോലെ തന്നെ ഈ വിദ്യാർത്ഥി സമൂഹത്തിന് ഞങ്ങളെയും അറിയാം, KSUവിനെയും അറിയാം. അതുകൊണ്ട് കേരളത്തിലെ വിദ്യാർത്ഥികളെ സംബന്ധിച്ച് അവർക്കൊരു പുതിയ അനുഭവം ഒന്നും ആയിരിക്കില്ല, അവരെ ഞെട്ടിക്കുന്ന ഒരു അനുഭവം ഒന്നും ആയിരിക്കില്ല. ഇതിൻ്റെയൊക്കെ സമാനമായിട്ടുള്ള എത്രയോ അനുഭവങ്ങൾ ഇതൊക്കെ പറയുമ്പോഴും ഇന്നത്തെ ഈ കാലത്തെ താങ്കളിപ്പോൾ മാധ്യമങ്ങളെ പരാമർശിച്ചു, അല്ലെങ്കിൽ ഇപ്പോൾ തന്നെ ഞാൻ വേറൊരു കാര്യം കൂടി, ഇപ്പോൾ ഞാൻ അതിനോടൊപ്പം തന്നെ വേറൊരു പത്രം ഇതുപോലെ തന്നെ മുൻനിരയിൽ നിൽക്കുന്ന മറ്റൊരു പത്രം നോക്കിയപ്പോൾ ആ പത്രത്തിൽ എന്നെ ഒരു സുഹൃത്ത് കൊണ്ട് കാണിച്ചാണ്, ഒരു ചിത്രം പോലുമില്ല. ഈ കൂട്ടത്തല്ലും ചോരക്കളിയും അതുപോലെ തന്നെ ഡാൻസും കൂത്തും ഒക്കെ എല്ലായിടത്തും പ്രചരിച്ചിട്ടും ആ പത്രത്തിൻ്റെ വാർത്തയിൽ ഒരു ചിത്രം പോലും ഇല്ല. എനിക്ക് തോന്നുന്നു വീക്ഷണത്തിലായിരിക്കും പിന്നെ ഒരു ചിത്രം കൊടുക്കാതിരിക്കുക. സ്വാഭാവികമായിട്ട് വീക്ഷണം കൊടുക്കില്ല, അത് മനസ്സിലാക്കാം. പക്ഷേ മറ്റൊരു പത്രത്തിൽ ചിത്രവുമില്ല. അപ്പോൾ എത്രമാത്രം സ്നേഹം വഴിഞ്ഞൊഴുകുന്നു എന്നാണ് ആ സുഹൃത്തപ്പോൾ ഈ വാർത്ത കാണിച്ചുകൊണ്ട് എന്നോട് പറഞ്ഞത്. ഞാൻ പറഞ്ഞു വന്നത്, ഇപ്പോൾ ഈ തരത്തിലുള്ളൊരു പൊതു സമീപനം ഒരു ഭാഗത്ത് നിൽക്കുന്നു. ഇപ്പോൾ പക്ഷേ ഈ പൊതുവിൽ SFI ആണ് കുഴപ്പം അല്ലെങ്കിൽ SFIക്കാരാണ് കുഴപ്പം എന്നാണല്ലോ പക്ഷേ നാട്ടിൽ പ്രചരിപ്പിക്കാനോ അല്ലെങ്കിൽ പറയാനോ ചർച്ച ചെയ്യാനോ ഒക്കെ ഒരു കൂട്ടം ആളുകളുടെ വലിയ താല്പര്യം. അതിന് സമാധാനം പറഞ്ഞ് അല്ലെ പലപ്പോഴും ആർഷോ ആ ചർച്ചകളിലൊക്കെ നിൽക്കുന്നതും ഞാൻ കണ്ടിട്ടുണ്ട്. അല്ല, ഇത് ഈ ഒരു ഘട്ടത്തിൽ എന്നുള്ളതല്ലല്ലോ. അപ്പോൾ ഇത് കഴിഞ്ഞ 5-5.5 പതിറ്റാണ്ടായിട്ട് നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നതാണ്. ഇതിപ്പോൾ ഇന്ന് ദൃശ്യമാധ്യമങ്ങൾ ഇത്രയുമധികം ചാനലുകൾ നമ്മുടെ നാട്ടിലുണ്ട്. അപ്പോൾ അതിനു മുൻപ് ചാനലുകളൊന്നും ഇല്ലാതിരുന്ന കാലഘട്ടത്തിൽ പത്രമാധ്യമങ്ങൾ ഈ ദൗത്യം ഏറ്റെടുത്തിട്ടുണ്ട് വളരെ മനോഹരമായിട്ട്. ഇപ്പോൾ വീക്ഷണത്തിൻ്റെയൊക്കെ ഭാഗമായിട്ടുള്ള പ്രതിനിധി ഇന്ന് ചർച്ചയുടെ ഭാഗമായിട്ടുണ്ട്. അപ്പോൾ വീക്ഷണമൊക്കെ വലിയ ആത്മപരിശോധന നടത്തണം. കാരണം ഈ പറഞ്ഞ മറ്റു മാധ്യമങ്ങൾ എടുക്കുന്ന അത്ര പണി കോൺഗ്രസിന് വേണ്ടി KSUവിന് വേണ്ടി വീക്ഷണം നടത്തുന്നുണ്ടോ എന്നുള്ളതിനെ സംബന്ധിച്ച് കൂടി ഒരു ആത്മപരിശോധന അവർ നടത്തിയാൽ നന്നായിരിക്കുമെന്നുള്ളതാണ്. ഇപ്പോൾ കോൺഗ്രസിൻ്റെയും KSUവിൻ്റെയൊക്കെ മുഖപത്രം എന്ന നിലയിലേക്ക് നമ്മുടെ മുഖ്യധാര മാധ്യമങ്ങൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരങ്ങനെ പ്രവർത്തിച്ചോട്ടെ. ഞങ്ങൾക്ക് അതിനകത്ത് ഒരു തരത്തിലുള്ള തർക്കമില്ല, വിമർശനവും ഇല്ല, ഞങ്ങൾക്ക് അതിനകത്ത് വിഷമവും ഇല്ല. കാരണം ഞങ്ങൾ അതിൻ്റെ അപ്പുറത്ത് അവരിൽ നിന്ന് പ്രതീക്ഷിക്കുന്നില്ല. അവരത് തുറന്നോട്ടെ. നമുക്ക് സ്വാഭാവികമായിട്ടും ഈ നാട്ടിലെ വിദ്യാർത്ഥികൾ അഭിമുഖീകരിക്കുന്ന സംഘടനയാണ്. വിദ്യാർത്ഥികളോട് ഞങ്ങൾ നിരന്തരം ഞങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഞങ്ങൾ വിദ്യാർത്ഥികളോട് സംഘടനാ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഒരു മാധ്യമ സ്ഥാപനത്തിനെയും ഒരു വലതുപക്ഷ മാധ്യമത്തിനെയും പരിലാളനയും ഞങ്ങൾക്ക് വേണ്ട, അവരിൽ നിന്നൊരു സഹായം ഞങ്ങൾ പ്രതീക്ഷിക്കുന്നില്ല. ഇത്തരം വാർത്തകൾ അവർ ചർച്ചയാക്കുമെന്നുള്ളതും ജനത്തെ അറിയിക്കുമെന്നുള്ള ഒരു ബോധ്യവും നമുക്കില്ല. ശരി, ഞാൻ താങ്കളിലേക്ക് വരാം. ശ്രീകുമാർ, ഇതിപ്പോൾ KSUവിനകത്തെ കുട്ടിക്കളി, ചോരക്കളി, കൂട്ടത്തല്ല്, ശരത്ത് ഞാൻ വീക്ഷണമായിട്ട് മുൻപായിരുന്നു അല്ലേ?
ശരത്തെ ഞാൻ വീക്ഷണമായിട്ട് ബന്ധപ്പെട്ട ആളല്ല കേട്ടോ, വീക്ഷണമായിട്ട് യാതൊരു ബന്ധവുമില്ല എനിക്ക്. അത് എഴുതുന്ന റൈറ്റ്. ഇല്ല ഇല്ല, എനിക്കിപ്പോൾ ഒരു കഴിഞ്ഞ 20 വർഷമായിട്ടെങ്കിലും വീക്ഷണമായിട്ട് ബന്ധമില്ല. ഞാൻ വേറൊരു മാധ്യമ സ്ഥാപനത്തിലാണ്. ആ പിഴവ് ഞാൻ വേറൊരു മാധ്യമ സ്ഥാപനത്തിലാണ് ജോലി ചെയ്യുന്നത്. കേട്ടു. ഇപ്പോൾ തന്നെ അത് തിരുത്തുകയാണ്. ഞാൻ മുമ്പ് ആർഷോയോട് ചോദിച്ചത് വീക്ഷണം എന്ന കോൺഗ്രസിന്റെ മുഖപത്രം എന്നല്ല, ശ്രീകുമാറുമായി ബന്ധപ്പെടുത്തി അല്ല ചോദിച്ചത്. പക്ഷേ എഴുതി കാണിച്ചതിൽ അതുണ്ട്, ആ പിശക് തിരുത്തുന്നതാണ്. ശ്രീകുമാർ, ഇതിലൊരു പ്രധാനപ്പെട്ട കാര്യം, ഇപ്പോൾ ഇതൊരു കുട്ടികളുടെ പ്രശ്നമാണ്, അത് അവർ പരിഹരിച്ചോളും എന്ന് പ്രതിപക്ഷ നേതാവ് പറയുകയാണ്. പക്ഷേ ഇത് ആ നിലയിൽ വന്ന ഒന്നേ അല്ലല്ലോ. അതേ തുടർന്ന് ഇന്നിപ്പോഴുണ്ടായ സംഭവവികാസങ്ങൾ ആകെ പരിശോധിച്ചാൽ കോൺഗ്രസ് നേതൃത്വം ഇപ്പോൾ പല വിഷയങ്ങളിലും എന്ന പോലെ കെ സുധാകരനും വി ഡി സതീശനും ഈ വിഷയത്തിൽ രണ്ടറ്റത്ത് വ്യത്യസ്ത നിലപാടുകളോടെ നിൽക്കുന്നു എന്നുള്ളത് കേരളത്തിന് ബോധ്യപ്പെട്ട് കഴിഞ്ഞൊരു കാര്യമല്ലേ? അല്ല ശരത്ത്, ഇതേ നിങ്ങൾക്ക് ഈ പിണറായി വിജയൻ്റെ സൗണ്ട് അനുകരിക്കാൻ പറ്റുമോ എനിക്കറിയില്ല. പക്ഷേ ഞാൻ ചില വാചകങ്ങൾ പറയാം, അത് നിങ്ങൾ പിണറായി വിജയൻ്റെ സൗണ്ടിലൊന്ന് ഇമിറ്റേറ്റ് ചെയ്ത് മനസ്സിൽ വിചാരിച്ചാൽ മതി. ഇവിടെ നടക്കുന്നത് ഗാനമേളയല്ല, കള്ളിൻ്റെ ശൗര്യം വയറ്റി കിടക്കണം. ഇത് സംസ്ഥാന സമ്മേളനമാണ്. എങ്കിൽ ഞാൻ പറയാം, അങ്ങനെ എടുത്താൽ മതി. കുടിച്ച കള്ളിൻ്റെ ശൗര്യം വയറ്റി കിടക്കണം. ഇവിടെ നടക്കുന്ന ഉഷാവുതുപ്പിൻ്റെ ഗാനമേളയല്ല. സഖാവ് VS സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരാളിവിടെ കുപ്പിയെറിഞ്ഞു എന്ന് പറഞ്ഞത് അന്നത്തെ സംസ്ഥാന സെക്രട്ടറി പിണറായി വിജയൻ അന്നത്തെ സംസ്ഥാന സമ്മേളനത്തിലാണ്. സഖാവ് VS പാർട്ടി സംസ്ഥാന സ്ഥാപകൻ 64-ൽ അഖിലേന്ത്യാ കൗൺസിലിൽ നിന്ന് ഇറങ്ങിപ്പോകുന്ന ആളെ എറിഞ്ഞ് സ്പർശിക്കുമ്പോഴേ കള്ളു കുടിച്ച് കുപ്പി എറിയുകയാണ്. മനസ്സിലായി. നമ്മളൊക്കെ കണ്ടതാണ്. രഹസ്യ സ്വഭാവമുള്ളതല്ല. ഒന്ന്. രണ്ട്, ശ്രീകുമാർ പറഞ്ഞ സംസ്ഥാന സമ്മേളനത്തിൽ അതെങ്ങനെയാണെന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന മാധ്യമപ്രവർത്തകനാണ് താങ്കൾ. സംസ്ഥാന സമ്മേളനം എന്ന് പറഞ്ഞാൽ അതൊരു പ്രതിനിധി സമ്മേളനമാണ്. ആ പ്രതിനിധി സമ്മേളനത്തിലാണോ അദ്ദേഹം അത് പറഞ്ഞത്, അതോ 10,000-കണക്കിന് മനുഷ്യർ സമ്മേളനത്തിലാണോ? നമ്മൾ മാധ്യമപ്രവർത്തകർ വസ്തുതാപരമായി അവതരിപ്പിക്കണം. താങ്കൾക്ക് അതിലൊരു പെശക് സംഭവിച്ചുകൊണ്ട് സംസ്ഥാന സമ്മേളനത്തിൽ പ്രതിനിധികൾ പങ്കെടുക്കുന്ന സംസ്ഥാന സമ്മേളനം അല്ല എന്റെ ശരത്തെ ഇത് കേൾക്കുന്ന ഏത് മനുഷ്യൻ മനസ്സിലാവും ഞാൻ എന്താ ഉദ്ദേശിച്ചത്. അങ്ങനെയല്ല ചെയ്യേണ്ടത്. അത് എല്ലാവരും TV കൂടെ കണ്ടതുമാണ്. പറഞ്ഞ അത് വ്യക്തതയോടെ ശ്രീകുമാർ, അത് വ്യക്തതയോടെ പറയാൻ ഭാഗമായി തിരുത്തിക്കോളൂ. ഇനി അതാണ് ഭാഗമായി നടന്ന പൊതുസമ്മേളനത്തിൽ. ശരി അത് വളരെ പരസ്യമായി ഭാഗമായി നടന്ന പൊതുസമ്മേളനത്തിൽ നമ്മളെല്ലാവരും കണ്ടതാണ്. ഭാഗമായി നടന്ന പൊതുസമ്മേളനത്തിൽ അത് അങ്ങനത്തെ ഒരു പ്രവണത വന്നപ്പോൾ ഇത് പരസ്യമായി ശരി, സമ്മതിച്ചു, എനിക്ക് മനസ്സിലായി. ഇത് പരസ്യമായി നടക്കാത്തതുകൊണ്ടാണ് നിങ്ങൾക്ക് വിഷമം. ശരി, അപ്പൊ അതുകൊണ്ട് ഞാൻ എന്റെ ചോദ്യത്തിലേക്ക് ഇനി വാ. ഒരു ഉദാഹരണം രാഷ്ട്രീയമായി താങ്കൾ അവതരിപ്പിച്ചിട്ടില്ല. അപ്പൊ കോൺഗ്രസിലെ ഈ രണ്ട് നേതാക്കൾ ഈ വിഷയത്തിലും വ്യത്യസ്ത നിലപാടുകളുമായി നിലയുറപ്പിക്കുകയാണ്. രണ്ടാമത്തെ ഉദാഹരണത്തിൽ ഞാൻ നിങ്ങൾ അല്ല, കോൺഗ്രസ് എല്ലാ നേതാക്കൾക്കും വ്യത്യസ്ത നിലപാടുണ്ടാവും. കാരണം വെച്ചാൽ നിങ്ങളത് 1907 ബാലഗംഗാധര തിലകൻ്റെ തലയ്ക്ക് കസരെടുത്തടിക്കാൻ പോയതാണ് കോൺഗ്രസിലെ മിതവാദികൾ, തീവ്രവാദികൾ. നമ്മൾ 1907 കോൺഗ്രസിൻ്റെ 1939 സമ്മേളനത്തിൽ നേതാജി സുഭാഷ് ചന്ദ്രബോസ് പനിയായിട്ട് കിടക്കുന്നത് അഭിനയിച്ച് കിടക്കണം, അവനെ എഴുന്നേപ്പിച്ച് വിടാൻ പറഞ്ഞ് ഒച്ചപ്പാടും കൂലുണ്ടാക്കിയ ആൾക്കാരുണ്ട്. അതൊക്കെ കോൺഗ്രസ് ലിബറൽ സംഘടന ആയതുകൊണ്ട് അതിൻ്റെ എല്ലാ പ്രവർത്തനത്തിലും വ്യത്യസ്തമായ അഭിപ്രായങ്ങളും പ്രശ്നങ്ങളും പരസ്യമായ അഭിപ്രായ വ്യത്യാസങ്ങളും പോരാട്ടങ്ങളൊക്കെ ഉണ്ട്. കാരണം ഒരു മിലിറ്റന്റ് സംഘടനയ്ക്ക് മാത്രമേ ഇതെല്ലാം പൊതിഞ്ഞു വയ്ക്കാൻ പറ്റുള്ളൂ. ഒരു ലിബറൽ സംഘടനയ്ക്ക് ഒരിക്കലും പൊതിഞ്ഞു വയ്ക്കാൻ പറ്റില്ല. നിങ്ങൾ ആദ്യം മുതൽ സംഘടന മിലിറ്റന്റ് ആകുമ്പോൾ നിങ്ങൾക്കെല്ലാം അയൺ കർട്ടന്റെ പിന്നിൽ കൊണ്ടുവയ്ക്കണം. ലിബറൽ സംഘടന. പിന്നെ വേറൊരു കാര്യം, പിന്നെ നമ്മൾ ഇവിടെ പ്രശ്നം എന്താണ്? നമുക്ക് അങ്ങനെ കുറേ താരതമ്യങ്ങളോ കുറേ ഉദാഹരണങ്ങളോ നമ്മുടെ താല്പര്യത്തിനെടുത്തെടുക്കാം. നോക്കൂ, ഒരല്പം ഒന്ന് ശ്രദ്ധിച്ചാൽ ഇവിടെ വ്യക്തമായ ഒരു തെറ്റ് സംഭവിച്ചു, ഒരു അരുതായിക സംഭവിച്ചു. ആ സംഭവിച്ചതിനെ സമീപിച്ചതിൽ കെ സുധാകരൻ്റെ സമീപനവും വി ഡി സതീശൻ്റെ സമീപനവും രണ്ടാണ്. കോൺഗ്രസ് നേതൃത്വമാണവർ. പലർക്കും പല നിലപാടെന്ന് പറഞ്ഞ് ഒഴിയാൻ പറ്റുന്നതാണോ? KPC പ്രസിഡന്റ് ഉടനടി ഒരു അന്വേഷണ കമ്മീഷനെ വെക്കുന്നു. മറുഭാഗത്ത് പ്രതിപക്ഷ നേതാവ് പറഞ്ഞ എന്താണ്? പ്രതിപക്ഷ നേതാവ് പറയുന്നു, ഒരു നിമിഷം, പ്രതിപക്ഷ നേതാവ് പറയുന്നത് കുട്ടികളുടെ പ്രശ്നമാണ്, അത് അവർ പരിഹരിച്ചോളും എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? KPCCയും KPC പ്രസിഡന്റും ആ വഴിക്ക് ഇറങ്ങണ്ട, അത് അവർ പരിഹരിച്ചോളും എന്നല്ലേ പറഞ്ഞത്? ഇത് വ്യത്യാസമല്ലേ എന്നാണ് ഞാൻ ചോദിച്ചത്.
അല്ല അതല്ല അത് വ്യത്യാസം. അതിനെന്താ സംഭവിച്ചാൽ അതിനെക്കുറിച്ച് അന്വേഷിക്കേണ്ട ആൾ KPCC അധ്യക്ഷനാണ്. കാരണം അദ്ദേഹത്തിന് പരാതി കിട്ടിക്കാണും. അതുകൊണ്ടാണ് അദ്ദേഹം അന്വേഷിക്കാൻ പറ്റും. കാരണം പ്രതിപക്ഷ നേതാവ് എന്ന് പറയുന്നത് കോൺഗ്രസ് ലെജിസ്ലേറ്റീവ് പാർട്ടി ലീഡറാണ്. അദ്ദേഹത്തിന് നേരിട്ട് ഇതിനകത്തൊരു കാര്യമില്ല. ഇത് ചെയ്യേണ്ട ആൾ KPCC അധ്യക്ഷനാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അഭിപ്രായം ഇത് കുട്ടികളിയായിരിക്കും. KPCCൻ്റെ അധ്യക്ഷൻ്റെ അഭിപ്രായം അത് കുട്ടികളിയല്ല, ഞാനൊന്ന് അന്വേഷിക്കേണ്ടതായിരിക്കും. ഇത്രയുള്ള അതിനകത്ത് വിശകലനം ചെയ്യുമ്പോൾ രണ്ട് തരം പ്രശ്നങ്ങൾ അതിലുണ്ട്. ഒന്നാമത്തെ കാര്യം, ഈ സംഭവം ഇന്നലെ ഉണ്ടാകുന്നു, ഉടനടി തന്നെ KPCC പ്രസിഡന്റ് ഇടപെടുന്നു, അന്വേഷണ കമ്മീഷനെ വെക്കുന്നു, അതിൻ്റെ പ്രാഥമിക റിപ്പോർട്ടും നൽകി കഴിഞ്ഞു. ഇത് കഴിഞ്ഞ് ഇന്ന് മാധ്യമങ്ങളെ കാണുമ്പോൾ ഇത്രയും സംഘടനാ നടപടികൾ ഇതിനകത്ത്, നടപടിക്രമങ്ങൾ ഇതിനകത്ത് ഉണ്ടായി എന്ന് നന്നായി അറിയുന്നയാളാണ് പ്രതിപക്ഷ നേതാവ്. ആ പ്രതിപക്ഷ നേതാവ് അതിന് നേരെ വിരുദ്ധമായ നിലപാട് പരസ്യമായി സ്വീകരിക്കുന്നു എന്ന് വന്നാൽ എന്താണ് അതിനർത്ഥം? അല്ല, അപ്പോൾ അദ്ദേഹം പരസ്യം അങ്ങനെ നിലപാട് സ്വീകരിച്ചിട്ടും അതിൻ്റെ അന്വേഷണം മുറവറെ നടക്കുകയും തെറ്റ് കണ്ടെത്തുന്നവർക്ക് നടപടി എടുക്കുകയൊക്കെ ചെയ്തല്ലോ. അപ്പോൾ അന്വേഷണം നടക്കുന്നുണ്ട്, അതിനെ കറക്റ്റീവ് ഫോഴ്സായിട്ട് പ്രവർത്തിക്കാൻ KPCC പറ്റുന്നുണ്ട്. പിന്നെ KSU പരിഹരിക്കും, KSU NSU പരിഹരിക്കും. KPCC ഇപ്പുറത്ത് അന്വേഷിക്കുമ്പോഴാണ് പ്രതിപക്ഷ നേതാവ് UDF ചെയർമാൻ ഇത് പറയുന്നത്. എന്ന് വെച്ചാൽ നടപടിക്രമങ്ങൾ സ്വീകരിച്ചതിലെ ഭിന്നതയാണ് അതിൽ തെളിയുന്നത്. അല്ല, ഭിന്നത ഉണ്ടെങ്കിൽ ആ ഭിന്നത അദ്ദേഹം കൃത്യമായിട്ട് KPCC അധ്യക്ഷനെ ബോധ്യപ്പെടുത്തും. അങ്ങനെ ഭിന്നതയുണ്ടെങ്കിൽ അത് KPCC നിർവാഹക സമിതി യോഗത്തിൽ ഞാൻ ഇങ്ങനെ പുറത്തു പറയാൻ കാരണം ഇതാണ് അദ്ദേഹത്തോടുള്ള വിശദീകരണം നൽകും. അതാണ് കോൺഗ്രസ് സംഭവിക്കപ്പോഴും. അതാണ് ഞാൻ പറഞ്ഞത്. ഇപ്പോൾ ആ ഭിന്നത പ്രതിപക്ഷ നേതാവ് മറച്ചുവെക്കാതെ പരസ്യപ്പെടുത്തി. KPCC നിർവാഹക സമിതിയിലോ അല്ലെങ്കിൽ അവർ തമ്മിൽ എല്ലാ കാര്യത്തിലും ഐക്യമുണ്ടെന്ന് അവർ പോലും പറഞ്ഞിട്ടില്ലല്ലോ. ഞങ്ങൾക്ക് പല കാര്യങ്ങളിലും വിയോജിപ്പുണ്ടെന്ന് എവിടെയാണ് ഇവർ പറഞ്ഞിട്ടുള്ളത്? 1900 നമ്മളിതിനെ നടപടികളിൽ ഇത്തരം അഭിപ്രായം പിന്നെ പല കാര്യങ്ങളിലും വിയോജിപ്പുണ്ട്. ഒരെണ്ണം പറയാമോ? ഇല്ല, അവർ തമ്മിൽ പല കാര്യങ്ങളും വിയോജിപ്പുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞതിന് എനിക്ക് അഭിപ്രായം വിയോജിപ്പുണ്ട് എന്നുള്ളത് സതീശൻ പലതവണ പറഞ്ഞിട്ടുണ്ട്. ഒരു വിഷയം പറയാം. അല്ല, ഓരോ കാര്യം സ്പെസിഫിക് ആയിട്ട് എടുത്തല്ല. KPCC അധ്യക്ഷൻ അങ്ങനെ പറഞ്ഞത് നിങ്ങൾ അദ്ദേഹത്തെ കുറിച്ച് അദ്ദേഹത്തിന് ചോദിക്കണമെന്നാ പറഞ്ഞത്. അത് വിയോജിപ്പല്ലോ, സ്വാഭാവികമായി. ഒരു വിഷയം ഞാൻ വിട്ടു. കാരണം അദ്ദേഹത്തിനുള്ള എനിക്ക് എന്റെ ഓർമ്മയിൽ കിട്ടുന്നില്ല. അല്ല, ഇവർക്ക് എനിക്ക് ആ വിഷയങ്ങൾ എനിക്കും അധികം ഓർമ്മയില്ല. പക്ഷേ എനിക്ക് വ്യക്തമായിട്ട് അറിയാവുന്ന ഒരു കാര്യം വെച്ചാൽ ഒരാൾ പോരെ, അങ്ങനില്ല, ഒരാൾ പോരെ, രണ്ടുപേരും പകരം അവരുടെ ഭിന്നത, അവരുടെ പരസ്പരമുള്ള പെരുമാറ്റത്തിലൂടെയാണ് നാട്ടുകാർ അറിഞ്ഞത്. എന്താണ് വാർത്താ സമ്മേളനത്തിൽ വൈകിയപ്പോൾ K. സുധാകരൻ പറഞ്ഞത് നമ്മുടെ മുമ്പിലുണ്ട്. അതുപോലെ തന്നെ തിരിച്ചും ഇപ്പോ വാർത്താ സമ്മേളനത്തിൽ VD സതീശൻ പല കാര്യങ്ങൾ ഞാൻ പറഞ്ഞോളാം എന്ന് പറയുന്നു. മൈക്കിന്റെ കാര്യത്തിൽ അവർ നടത്തിയ പിടിവലി, ഇതെല്ലാം നമ്മൾ അവരുടെ പെരുമാറ്റത്തിലൂടെയാണ് ബോധ്യപ്പെട്ടത്, അതല്ലാതെ അവർ പറഞ്ഞിട്ടല്ല. പക്ഷെ ഇതങ്ങനെയല്ല ശ്രീകുമാർ. ഇതൊരു സംഘടനാപരമായ പ്രശ്നത്തെ സമീപിച്ചതിൽ KSUവിനകത്ത് ഒരു ഗുരുതരമായ പ്രശ്നമുണ്ടായപ്പോൾ സമീപിച്ചതിലെ ഭിന്നതയാണ്. ഇത് സംഘടനാപരമായ പ്രശ്നമല്ല. ഇത് സംഘടനാപരമായ ഇത് ആക്സിഡന്റലായിട്ട് നടന്നൊരു സംഭവമാണ്. കാരണം നിങ്ങൾ ഈ പറഞ്ഞ ഈ CPM-ന്റെ സംസ്ഥാന സമ്മേളനത്തിന്റെ പൊതു റാലിയിൽ സംഭവിച്ച ശ്രീകുമാറിന്റെ ഒരു സമീപനം ഈ വിഷയത്തിൽ താങ്കൾ ശ്രദ്ധിച്ചല്ലോ. എന്താണ് താങ്കൾക്ക് ഇത്രയും അദ്ദേഹം പറഞ്ഞതിൽ നിന്ന്? അല്ല, ഞാൻ പൂർത്തിയാക്കിയിട്ടില്ല. എന്താണ് ഞാൻ പൂർത്തിയാക്കിയിട്ടില്ല. ഒരു കാര്യം കൂടെ പറഞ്ഞേക്കട്ടെ. പിന്നെ ആഷോ പറഞ്ഞൊരു മറുപടി ഉണ്ട്. കാരണം വെച്ചാൽ ഒരുമിച്ചിരുന്ന് മുദ്രാവാക്യം വിളിക്കുന്ന കുട്ടികളുടെ തലക്കടിച്ചു എന്ന് പറയുന്നുണ്ട്. ഈ ആർഷോക്കെതിരെയുള്ള ആ ASF-കാരുടെ കംപ്ലൈൻറ്റ് എന്താ അറിയാമോ? ഞാനിവിടെ പറയുന്നില്ല. ഒരുമിച്ചിരുന്ന് മുദ്രാവാക്യം വിളിച്ചവരാണ്. എന്താണ് ആർഷോക്കെതിരെയുള്ള കംപ്ലൈൻറ്റ് ആ കുട്ടി പറഞ്ഞേക്കണം? ഞാനിത് പറയുന്നില്ല, കാരണം എനിക്കതിൻ്റെ ടെക്നിക്കൽ സാധനങ്ങളിൽ പോകാൻ താല്പര്യമില്ല. അപ്പോൾ ആ വാക്കുകളോട് പറയാൻ എനിക്ക് ലജ്ജ കൊണ്ടാണ് ഞാൻ പറയാത്തത്. കൂടെ നിന്ന് മുദ്രാവാക്യം വിളിച്ചാണ്. അപ്പോൾ ആ സംഭവം അതൊരു എന്താ പറയുക, കുറച്ച് ലജ്ജയൊക്കെ വേണം മനുഷ്യനെ. കുറച്ച് ലജ്ജയുടെ ഒക്കെ ആവശ്യമുണ്ട്. എനിക്കിങ്ങനെ പറയാൻ പറ്റില്ല. അതുകൊണ്ടാണ് ആ പെൺകുട്ടി കൊടുത്ത കംപ്ലൈൻറ്റ് ഞാൻ വായിച്ചാണ്. നിങ്ങൾ വായിക്കുക കംപ്ലൈൻറ്റ്. നിങ്ങൾ ആ കംപ്ലൈൻറ്റ് വായിക്കും. അല്ല, അങ്ങനെ അങ്ങനെയുള്ള പെൺകുട്ടി പറഞ്ഞത്. അല്ല, അങ്ങനെ കേസുണ്ടോ? അല്ല, അങ്ങനെയുള്ള പെൺകുട്ടി പറഞ്ഞത് എവിടെയെങ്കിലും ഉള്ളതായിട്ട് നിങ്ങൾക്ക് ബോധ്യമുണ്ടോ? ആ പെൺകുട്ടി ക്യാമറ അല്ല, ഈ പറഞ്ഞ അവിടുത്തെ സംഘർഷവുമായി ബന്ധപ്പെട്ട് അവിടുത്തെ ദൃശ്യങ്ങൾ എവിടെയെങ്കിലും ഞാനുണ്ടോ? അല്ല, അതുമായി ബന്ധപ്പെട്ട് പോലീസ് കേസ് അന്വേഷിച്ചിരുന്നല്ലോ. എന്റെ സുഹൃത്തെ
ആ പെൺകുട്ടി എത്ര തവണ നിങ്ങളുടെ പേര് ആ പെൺകുട്ടി എത്ര തവണ നിങ്ങളുടെ പേര് പറഞ്ഞു പോലെ ഇതെന്താ മണ്ടന്മാരാണ് നിങ്ങൾ വെറുതെ എന്തെങ്കിലും പറഞ്ഞു പോലെ അത് തന്നെ പറഞ്ഞ നിങ്ങളുടെ പേര് ആ പെൺകുട്ടി എത്ര തവണ ഇരിക്കുന്നത് ആ പെൺകുട്ടി നിങ്ങളുടെ പേര് എത്ര നിങ്ങളുടെ പേര് എത്ര തവണ ക്യാമറയുടെ മുന്നിൽ പച്ചക്കള്ളം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ അത് കേട്ടുകൊണ്ടിരിക്കാനൊന്നും കഴിയില്ല കേട്ടോ. നിങ്ങള് ചില വലതുപക്ഷ മാധ്യമങ്ങളിലൂടെ പല നിലക്കും SFIക്കെതിരായിട്ടുള്ള വാർത്തകൾ കൊടുത്തിട്ടുണ്ട്. പോലീസ് അന്വേഷിച്ചല്ലോ കേസ്, കോടതിയിൽ റിപ്പോർട്ട് ഫയൽ ചെയ്തല്ലോ. അതിനകത്ത് ഞാനുണ്ടോ? ഏതെങ്കിലും SFIക്കാരുണ്ടോ? വെറുതെ പച്ചക്കള്ളം വിളിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ കേട്ടിട്ട് പോകാനൊന്നും കഴിയില്ല. ഇനിയിപ്പോ അദ്ദേഹം പറഞ്ഞുകൊണ്ടിരുന്നത് KSU ഭയങ്കര ജനാധിപത്യ അല്ലെ, പോലീസ് ഉണ്ടായിരുന്നല്ലോ, പോലീസ് അന്വേഷിച്ചായിരുന്നല്ലോ. ആ പെൺകുട്ടിക്കെതിരെ മാനനഷ്ടത്തിന് കേസ് കൊടുക്കണം. ഇത് കുറെ കാലമായാലും നിങ്ങൾ പറയാൻ തുടങ്ങിയിട്ട് വന്ന് പച്ചക്കള്ളം പറഞ്ഞിട്ട് പോകുമ്പോൾ കേട്ടിട്ട് പോകണമെന്നാണോ? നടക്കുന്ന കാര്യമൊന്നുമല്ല. നിങ്ങളൊരു 10,000 തവണ പറഞ്ഞാലും ഒരു സെക്കൻഡ് ശ്രീകുമാർ പ്ലീസ്, നിങ്ങളൊരു സീനിയർ ആയിട്ടുള്ള ജേർണലിസ്റ്റ് അല്ലേ? നിങ്ങൾ ആ വിഷയം പറഞ്ഞു, അതേ വാചകം ഒരു 10 തവണയോ 15 തവണയോ പറഞ്ഞതുകൊണ്ട് എന്താണ് കാര്യം? അത് പറഞ്ഞു, ആ പെൺകുട്ടി പറഞ്ഞല്ലോ എന്ന് പറഞ്ഞു. ആർഷോ അതിനും അപ്പുറം പോലീസ് അടക്കം അത് അന്വേഷിച്ചതുമായി ബന്ധപ്പെട്ട് കോടതിയിൽ വന്നതുമായി ബന്ധപ്പെട്ട് സാർ എന്താണിത്? അങ്ങനെ ആ കാര്യങ്ങൾ അതിനുശേഷം നിങ്ങൾ ഏതോ മാധ്യമത്തോട് പറഞ്ഞിടത്ത് നിൽക്കുകയാണ്. അതിനെ തുടർന്ന് നടന്ന നടപടിക്രമങ്ങളടക്കം ആർഷോയ്ക്ക് വിശദീകരിക്കേണ്ട ഉത്തരവാദിത്വം നിലനിൽക്കുന്ന നിയമ സംവിധാനം ഉണ്ടല്ലോ. യെസ്, അതാണ് സംവിധാനം. അതുമായി ബന്ധപ്പെട്ട് കണ്ടെത്തലുണ്ടായിട്ടുണ്ടല്ലോ. അങ്ങനെ ഒരു വിഷയം അവിടെ ഉണ്ടായിട്ടില്ല എന്നുള്ളതിനെ സംബന്ധിച്ച് ഈ ഉന്നയിക്കുന്ന ആക്ഷേപങ്ങളൊന്നും അവിടെ ഉണ്ടായിട്ടില്ല എന്നുള്ള കണ്ടെത്തലുണ്ടായിട്ടുണ്ടല്ലോ. അത് കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിച്ചില്ലേ? ആ കോടതി ഇതേ ആളോട് വിയോജിപ്പുണ്ടോ, ഈ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് വിയോജിപ്പുണ്ടോ എന്ന് കോടതി ചോദിച്ചില്ലേ? വല്ല വിയോജിപ്പും പറഞ്ഞില്ലല്ലോ. അങ്ങനെ നിലവിലില്ലാത്തൊരു കേസുമായി ബന്ധപ്പെട്ട്, സംഭവിച്ചിട്ടില്ലാത്തൊരു വിഷയവുമായി ബന്ധപ്പെട്ട് ഇവിടെ പല മാധ്യമങ്ങളും ഉപയോഗപ്പെടുത്തിക്കൊണ്ടും അങ്ങനെ പല നിരക്കുള്ള വാർത്തകളും ചമയ്ക്കപ്പെട്ടിട്ടുണ്ട്. അത് നിങ്ങൾ ഈ പറഞ്ഞ പോലെ SFI ഇല്ലാതാക്കാൻ വേണ്ടി കെട്ടിച്ചമച്ച സൃഷ്ടിച്ച വാർത്തകൾ, ആ വാർത്തകളുടെ മുൻപിലൊന്നും ഈ സംഘടന പതറിപ്പോയിട്ടില്ല. അത് നിങ്ങൾ എത്ര 100,000 വട്ടം ഇവിടെ ആവർത്തിച്ച് പാടിയാലും ഈ വിദ്യാർത്ഥി സംഘടനയെ സംബന്ധിച്ച് ഒന്നും സംഭവിക്കാൻ വേണ്ടി പോകുന്നില്ല. കാരണം നിങ്ങളൊക്കെ ഈ കണ്ട കാലഘട്ടം മുഴുവൻ നടത്തിയിട്ടുള്ള നിരവധി ശ്രമങ്ങളുണ്ട്. ആ ശ്രമങ്ങളെയൊക്കെ അതിജീവിച്ച് തന്നെ കേരളത്തിലെ ക്യാമ്പസുകളിലും സർവകലാശാലകളിലും SFI മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് അതവിടെ നിൽക്കട്ടെ. ഇനി ഇദ്ദേഹം പറഞ്ഞല്ലോ കോൺഗ്രസ് ഒരു ജനാധിപത്യ സംവിധാനമാണ്, ലിബറൽ പാർട്ടിയാണ്. ലിബറൽ പാർട്ടി ആയതുകൊണ്ട് ഇവിടെ ലിബറൽ പാർട്ടി ആയതുകൊണ്ട് തമ്മിൽ തല്ലാന്നാണോ? അതാണോ നിങ്ങൾ പറയുന്ന ജനാധിപത്യം? അതാണോ ലിബറലിസം? അപ്പോൾ ആശയപരമായിട്ടുള്ള വൈരുദ്ധ്യം ഉണ്ടാകും. ഈ പറഞ്ഞ പോലെ വിമർശനങ്ങളോ വിയോജിപ്പുകളോ ഒക്കെ സംഘടനാ ഘടകത്തിനകത്തുണ്ടാവും, അല്ലെ ക്യാമ്പിൽ ഉയർന്നു വരും എന്നുള്ളവരത്ത് ഓക്കെ, അത് ജനാധിപത്യമാണ്. ഇത് ഇരുമ്പസേര എടുത്തിട്ട് ഒപ്പമുള്ളവൻ്റെ തലയടിച്ച് പൊളിച്ചിട്ട് ഞങ്ങൾ ലിബറൽ പാർട്ടിയാണ് എന്ന്, ഞങ്ങൾ ജനാധിപത്യ പാർട്ടിയാണ് എന്ന്. ഇപ്പം നേരത്തെ പറഞ്ഞല്ലോ, ഇനി ഇതിൻ്റെ അപ്പുറത്തേക്കുള്ള ആക്ഷേപം നമ്മളൊക്കെ കേട്ടതല്ലേ? KPC പ്രസിഡന്റ് പ്രതിപക്ഷ നേതാവിനെ വിളിച്ച വാക്കെന്താന്നുള്ളത്? അത് ഈ ഫ്ലോറിനകത്ത് ആവർത്തിക്കാനുള്ള ചങ്കൂറ്റുണ്ടോ മാധ്യമപ്രവർത്തകനായിട്ടുള്ള ശ്രീകുമാർ മനയിലിന്? മാധ്യമങ്ങളുടെ മുൻപിൽ വെച്ച്, പൊതുസമൂഹത്തിൻ്റെ മുൻപിൽ വെച്ച് KPCC പ്രസിഡന്റ് K. സുധാകരൻ, പ്രതിപക്ഷ നേതാവ് VD സതീശനെ ആവർത്തിച്ച് വിളിച്ച വർത്തമാനം. അപ്പോൾ നിങ്ങൾ ചാനലിൽ പറയാൻ വേണ്ടി നിങ്ങൾക്ക് മറ്റേ പൊള്ളുന്ന വർത്തമാനങ്ങളാണല്ലോ. നിങ്ങൾക്ക് പറയാനുള്ള ആർജവുണ്ടോ, കരുത്തുണ്ടോ, ധൈര്യമുണ്ടോ? ആ വർത്തമാനം നമ്മൾ കേട്ടതാണല്ലോ. അപ്പോൾ ഇത് ജനാധിപത്യം. ഒപ്പമുള്ള ആളുകളെ പച്ചത്തെറി പറയുന്നത് ജനാധിപത്യം, കൂടെയുള്ളവൻ്റെ തലയടിച്ച് പൊളിക്കുന്നത് ജനാധിപത്യം, കൂടെയുള്ളവനെ അടിച്ച് ക്യാമ്പിലിട്ട് തല്ലി ഒരു പരുവമാക്കി ആശുപത്രിയിൽ കൊണ്ടുപോയി കിടത്തുന്നത് ജനാധിപത്യം. ഇപ്പോൾ ഏത് കാറിലാണ് ഈ പറഞ്ഞ പോലെ ക്യാമ്പിലേക്ക്, KSUവിൻ്റെ സംസ്ഥാന ക്യാമ്പിലേക്ക് മദ്യം എത്തിച്ചത് എന്നുള്ളതിനെ സംബന്ധിച്ച് ഞങ്ങളല്ല പറയുന്നത്. ഈ ദൃശ്യങ്ങൾ പുറത്തുവിടുന്നത് ഈ പറഞ്ഞ പോലെ നമ്മളാരുമല്ല. ഇപ്പോൾ കൈരളിയുടെ റിപ്പോർട്ടർ ഈ പറഞ്ഞ ഹോളിനകത്ത് ഉണ്ടായിരുന്ന ആളല്ല, ക്യാമ്പിൽ പങ്കെടുത്ത ആളല്ല. ഞങ്ങളാരും ആ ക്യാമ്പിൽ പങ്കെടുത്ത ആളുകളല്ല. ഈ ക്യാമ്പിൽ പങ്കെടുത്തത് KSUവിൻ്റെ സംസ്ഥാന നേതൃത്വ ക്യാമ്പാ. ഈ 4-5 ജില്ലയിലുള്ള നേതൃത്വം പങ്കെടുത്ത ക്യാമ്പാ. അവിടെ അടി നടന്നിട്ടുണ്ടെങ്കിൽ, കൂടെയുള്ളവന് തല പൊട്ടിച്ചിട്ടുണ്ടെങ്കിൽ നാട്ടുകാർ അറിഞ്ഞ് ഞങ്ങളാരും പറഞ്ഞിട്ടല്ല. അത് അതിനകത്തുള്ള KSUവിൻ്റെ ലീഡർഷിപ്പ് പറഞ്ഞാൽ പുറത്തറിഞ്ഞിട്ടുള്ളത്. ഇനി അവിടേക്ക് മദ്യം എത്തിച്ചത് ഞങ്ങളല്ലെന്നേ. മറ്റ് ലഹരി പദാർത്ഥങ്ങൾ അവിടെ എത്തിച്ചിട്ടുണ്ടെങ്കിൽ അതാരും ഞങ്ങളാരുമല്ല. അത് കൈരളിയുടെ സ്റ്റുഡിയോ എന്നുള്ള വണ്ടിക്കകത്തല്ല പോയിട്ടുള്ളത്. ഇവിടുത്തെ പല AICC നേതാക്കളുടെ പേരിലുള്ള വണ്ടിയിലാണ് മദ്യം പോയെന്ന് പറയുന്നത്. ഇന്നിപ്പോൾ അവരുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി അല്ലേ പറഞ്ഞത്? ഞങ്ങളാരല്ലോ പറയുന്നത്, സംസ്ഥാന ജനറൽ സെക്രട്ടറി ഇന്ന് മാധ്യമങ്ങളുടെ മുന്നിൽ വന്ന് പറയാം ഇന്ന കാര്യങ്ങൾ അവിടെ നടന്നത്, ഇന്ന ആളുകൾ തല്ലി. അപ്പോൾ ഇതൊക്കെ നടത്തിയിട്ട് 2-2.5 പതിറ്റാണ്ട് മുൻപുള്ള ഏതെല്ലോ ദൃശ്യങ്ങളോ
അല്ലെങ്കിൽ ഏതോ പൊതുയോഗത്തിൻ്റെ കഥയും പറഞ്ഞു വന്നിരുന്ന് അതിനെ ന്യായീകരിക്കുന്നതിന് വേണ്ടി ചില്ലറ ഉളുപ്പൊന്നും പോരാ. ശരി, നിങ്ങൾക്കും സാധ്യവും നിങ്ങൾ തുടരുക. റൈറ്റ്. ഞാൻ വരാം, അർഷയിലേക്ക് വരാം. ഇവിടെ നിർഭനിലേക്ക് കൂടി ശ്രീകുമാർ ഞാൻ വരുന്നു. അതിനു മുമ്പ് നിർഭനിലേക്ക് കൂടി, കാരണം നിർഭൻ ഈ ചർച്ചയ്ക്ക് പങ്കെടുക്കുന്നതിൽ ഒരു പ്രധാനപ്പെട്ട കാരണം ഇന്നലെ ഈ വാർത്ത കേരളത്തിന് മുമ്പിൽ ആദ്യം റിപ്പോർട്ട് ചെയ്തത് നിർഭനാണ്. ഇപ്പോൾ ഇന്ന് യഥാർത്ഥത്തിൽ വാർത്ത കണ്ടപ്പോൾ ഞാൻ നിർഭനോട് വരാൻ പറഞ്ഞതിൻ്റെ ഒരു കാര്യം, നിർഭന് വാർത്ത കോൺഗ്രസിൻ്റെ വ്യാഖ്യാനം അനുസരിച്ചാണെങ്കിൽ, അല്ലെങ്കിൽ KSUവിൻ്റെയും NSUവിൻ്റെയും വ്യാഖ്യാനം അനുസരിച്ചാണെങ്കിൽ, നിർഭന് വാർത്ത ചോർത്തി നൽകിയതിൻ്റെ പേരിലാണ് KSUവിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി അനന്തകൃഷ്ണനെ നടപടി എടുത്തിട്ടുള്ളതെന്നാണ് ഇപ്പോൾ വരുന്ന വിവരം. ഇപ്പോൾ കാര്യങ്ങൾ ആ വഴിക്ക് പോകുന്നു. അതിനോട് അയാൾ കൃത്യമായി വിയോജിച്ചിട്ടുണ്ട്. മാത്രവുമല്ല, അത് സുധാകരനോടൊപ്പം നിൽക്കുന്നതിൻ്റെ പേരിൽ പ്രതികാര നടപടിയാണ് എന്ന് അയാൾ തന്നെ പറയുന്നു. ആ സംസ്ഥാന ജനറൽ സെക്രട്ടറി തന്നെ പറയുന്ന സാഹചര്യമുണ്ട്. പക്ഷേ വിശേഷണം അതാണ്, നിർഭനാണ് ഈ വാർത്ത റിപ്പോർട്ട് ചെയ്ത്. സ്വാഭാവികമായും അങ്ങനെ വേണം അതിനെ നമ്മൾ മുഖവിലേക്ക് എടുക്കാൻ. ആദ്യം വാർത്ത റിപ്പോർട്ട് ചെയ്ത ആളിലേക്ക് ഈ വാർത്ത ചോർത്തി എത്തിച്ചു നൽകി എന്ന ഒരു കുറ്റം ചുമത്തി ഒരു വിദ്യാർത്ഥി നേതാവിനെ ഇന്നിപ്പോൾ ആ സംഘടനയുടെ പടിക്ക് പുറത്ത് നിർത്തിയിരിക്കുകയാണല്ലോ നിർഭൻ. ശരത്ത്, ഈ ചർച്ചയിൽ പങ്കെടുക്കുമ്പോൾ ഒരു റിപ്പോർട്ടർ എന്ന നിലയിൽ ഇപ്പോൾ ഇതിൻ്റെ വസ്തുതയും യാഥാർത്ഥ്യം സംബന്ധിച്ച് വിലയിരുത്തേണ്ട പൊതുസമൂഹമാണ്. രാഷ്ട്രീയമായ പക്ഷമുണ്ടാവും. ആർഷോ പറയുന്നത് പോലെ, ശ്രീകുമാർ മനയിൽ പറയുന്നത് പോലെ വിവിധ വേർഷനും ഉണ്ടാവും. പക്ഷേ ഈ വസ്തുത നമ്മൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ, ഒന്ന് ഇതിനകത്ത് നടന്ന വസ്തുത, അതായത് കണ്ണിൽ കാണാൻ കഴിയുന്ന തെളിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിഷ്വൽ, രക്തം ചിതറിക്കിടക്കുന്നു, തമ്മിൽ തല്ലുന്ന ദൃശ്യങ്ങൾ, ഒപ്പം തന്നെ ഈ KSU നേതാവ് സംസ്ഥാന പ്രസിഡന്റ് അലോഷ്യസ് സേവ്യർ അവിടെ നൃത്തം ചെയ്യുന്ന വിഷ്വൽ അടക്കം ഏറ്റവും പ്രധാനപ്പെട്ട വിവരങ്ങളാണ് കൈരളി ന്യൂസ് ആദ്യം പങ്കുവച്ചത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ശരത്ത് പറഞ്ഞതുപോലെ മറ്റു മാധ്യമങ്ങളും അത് ഏറ്റെടുത്തു. തുടർന്ന് എല്ലാവരും ആ വിഷ്വലുകൾ സംപ്രേഷണം ചെയ്തു. കേരളത്തിലാകെ അത് ചർച്ച ചെയ്യപ്പെടുന്ന തരത്തിലേക്ക് മാറി. KPCC അധ്യക്ഷൻ അടിയന്തരമായി നേരത്തെ ശരത്ത് സൂചിപ്പിച്ചതുപോലെ ഇടപെട്ടു, കമ്മീഷന് വെച്ചു. കമ്മീഷൻ പോയി അവിടെ ബോധ്യപ്പെട്ടു. കമ്മീഷൻ്റെ പ്രഥമ ദൃഷ്ടിയായിട്ടുള്ള ആദ്യത്തെ അന്വേഷണത്തിൽ തന്നെ അവർ തർക്കം നടന്നു, സംഘട്ടനം നടന്നു, പ്രശ്നമുണ്ടായിട്ടുണ്ട്. പ്രാഥമിക അന്വേഷണത്തിൽ തന്നെ അവർ റിപ്പോർട്ട് സമർപ്പിക്കുകയും ചെയ്തു. ഗുരുതരമായ അച്ചടക്ക ലംഘനമാണ് നടന്നതെന്നും പറഞ്ഞു. പക്ഷേ അതിനുശേഷം നമുക്ക് ഈ കാര്യങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുമ്പോൾ ഭാവിയിൽ KSUവിനെ അല്ല, ഭാവിയിൽ കോൺഗ്രസിനെ നിയന്ത്രിക്കേണ്ട നേതാക്കളാണ് KSUവിൻ്റെ ക്യാമ്പിൽ പങ്കെടുക്കുന്നത്. രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട് ശരത്ത്. ഒന്ന്, അവിടെ ഇവരെല്ലാം ഭൂരിപക്ഷം പേരും മദ്യപിച്ചിരുന്നു എന്ന കാര്യമാണ്. അത് നിഷേധിക്കാൻ കേരളത്തിലെ കോൺഗ്രസിൻ്റെ ലീഡർഷിപ്പ്, വി ഡി സതീശൻ വേണമെങ്കിൽ മാധ്യമങ്ങൾക്ക് മുന്നിൽ ധിക്കരിക്കാം. പക്ഷേ ഒരിക്കലും തള്ളിപ്പറയാൻ KPCC പ്രസിഡന്റ് അടക്കം ഈ കമ്മീഷൻ നിയോഗിച്ച ആരും കരുതുമെന്ന് അങ്ങ് തള്ളിപ്പറയുമെന്ന് ഞാൻ കരുതുന്നില്ല. അത് ഒന്നാമത്തെ കാര്യം. പിന്നെ ഈ അലോഷി സേവ്യർ എന്ന KSUവിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് ഈ വിഷ്വലെല്ലാം കാണിച്ച് വാർത്തയെല്ലാം ബോധ്യപ്പെട്ട ശേഷം മാധ്യമങ്ങൾക്ക് വലിയ പ്രതികരിച്ചൊരു രീതിയുണ്ട്. അത് ഒരിക്കലും ആശാസ്യമല്ല. കാരണം ആർഷോ കൂടി SFIയുടെ സംസ്ഥാന സെക്രട്ടറി കൂടി ഇരിക്കുന്ന വേദിയിൽ ഞാൻ പറയുകയാണ്. കാരണം അദ്ദേഹത്തിന് വേണമെങ്കിൽ ആ വിഷ്വൽ എവിടെ നിന്ന് പോയി എന്ന കാര്യം നമ്മൾ പരിശോധിക്കും. ഈ KSUവിൻ്റെ ക്യാമ്പിനകത്ത് ഇത്തരം അനിഷ്ട സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ഒറ്റപ്പെട്ട സംഭവമായി നമ്മൾ കണക്കാക്കുന്നു, അത് പരിശോധിക്കും എന്നൊരു വാക്ക് പറയാം. അദ്ദേഹം പറഞ്ഞത് കൈരളി ബോധപൂർവം ഈ സംഘടനയെ അപകീർത്തിപ്പെടുത്താൻ വേണ്ടി വാർത്ത വസ്തുതാവിരുദ്ധമായി ചമച്ചതെന്നാണ് പറഞ്ഞത്. ഇപ്പോൾ സീനിയറായിട്ടുള്ള ശ്രീകുമാർ മനയിൽ ചേട്ടൻ ഇപ്പോൾ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നുണ്ടല്ലോ. അദ്ദേഹം നിരവധി വാർത്തകൾ റിപ്പോർട്ട് ചെയ്ത ഒരാളാണല്ലോ. സതുദ്ദേശപരമായി ഈ വിഷയങ്ങൾ ആരെങ്കിലും റിപ്പോർട്ട് ചെയ്താൽ പരിഹരിക്കണം, ആഭ്യന്തരമായി പരിഹരിക്കണം എന്ന് സംഘടനയ്ക്ക് ബോധ്യമുണ്ടെങ്കിൽ ആ സംഘടനയുടെ സംസ്ഥാന പ്രസിഡന്റ് ഇതാണോ പറയേണ്ടത്? അദ്ദേഹത്തിനോട് ആവർത്തിച്ച് ചോദിച്ചു. ഈ പാറശാലയിലെ നിയോജക മണ്ഡലം പ്രസിഡന്റ് സുജിത്തും നെടുമങ്ങാടിലെ നിയോജക മണ്ഡലം പ്രസിഡന്റ് അഭിജിത്തും എവിടെയാണ്? ഈ രണ്ടുപേരും തലസ്ഥാന നഗരത്തിലെ ആശുപത്രിയിൽ ചികിത്സയിലാണ്. കൈഞ്ഞരമ്പിൽ ഗുരുതരമായി പരിക്കേറ്റ് ഇതേ സമയത്ത് അലോഷി സേവിയർ ഈ വാർത്താ സമ്മേളനം നടത്തുന്ന അതേ സമയത്ത് തിരുവനന്തപുരത്തെ നഗരത്തിലെ പ്രധാനപ്പെട്ട ആശുപത്രിയിൽ അടിയന്തര ശസ്ത്രക്രിയയ്ക്ക് അദ്ദേഹം വിധേയമാവുകയായിരുന്നു. കാരണം ഈ പറഞ്ഞ ഗ്ലാസ് പാളിയിൽ കീറി കൈയിലെ പ്രധാനപ്പെട്ട വെയിൻ അറ്റുപോയി. ഇത് നിഷേധിച്ചുകൊണ്ട് എങ്ങനെയാണ് KSUവിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് സംസാരിക്കാനാകുക? അത് ഈ സംഘടനയെ ശുദ്ധീകരിക്കാൻ, സ്വയം നവീകരിക്കാൻ, തിരുത്താനാണ് ആ സംഘടനയുടെ സംസ്ഥാന പ്രസിഡന്റും ഭാരവാഹിയും തയ്യാറാകുന്നുണ്ടെങ്കിൽ ഒറ്റപ്പെട്ട സംഭവങ്ങളുണ്ടായി, അത് നമ്മൾ പരിശോധിക്കും. ഇന്നലെ അക്രമം നടന്നവർ ഇപ്പോൾ 2 പേർ ചികിത്സയിൽ ആശുപത്രിയിലാണ്. അത് പരിശോധിച്ച് കുറ്റം തിരുത്തി ഈ സംഘടന മുന്നോട്ട് പോകണമെന്നല്ലേ പറയേണ്ടത്. അത് ഉണ്ടായില്ല എന്നൊരു പ്രധാനപ്പെട്ട കാര്യം. പിന്നെ ശരത്ത് പറഞ്ഞ രണ്ടാമത്തെ ഭാഗത്തേക്ക് വന്നാൽ, ഇന്ന് അനന്തകൃഷ്ണനെതിരെ നടപടിയെടുത്തു. നടപടിയെടുത്തതാണ് വാർത്ത ചോർന്നതിലാണ്. ഇനി ഞാൻ ഒരു ചോദ്യം ഈ KSUവിൻ്റെ നേതാക്കൾ ഈ കാണുന്ന അവരെ ന്യായീകരിക്കുന്ന ചോദ്യം, ഈ വിഷ്വൽ വന്നില്ലായിരുന്നുവെങ്കിൽ ഇവർ പാടെ തള്ളിക്കളയുമായിരുന്നില്ലേ? നമ്മൾ കൈരളി പുറത്തുവിട്ട ഈ വിഷ്വൽ ഇല്ലാതെ നമ്മൾ ഈ വാർത്ത പറഞ്ഞിരുന്നുവെങ്കിൽ ഈ ശ്രീകുമാർ മനയിലടക്കം ഈ KPCCയുടെ പ്രധാനപ്പെട്ട ഭാരവാഹികളടക്കം എല്ലാ വിഷയത്തോടെയും ലാഘവത്തോടെയും പുച്ഛത്തോടെയും തള്ളിക്കളയുന്ന വി ഡി സതീശനൊക്കെ
നിർദാക്ഷിണ്യം ഇത് കൈരളിയുടെ വാർത്തയാണ്, വസ്തുതാ വിരുദ്ധമായ വാർത്തയാണെന്ന് പറഞ്ഞ് തള്ളിക്കളയും. അതല്ല വേണ്ടത്. ഈ വാർത്ത അല്ല നിർപ്പൻ ഒരു കാര്യം ഇതിനിടയ്ക്ക്, കാരണം ഈ സമീപകാലത്ത് മാധ്യമങ്ങൾ, വിശേഷിച്ച് ദൃശ്യമാധ്യമങ്ങൾ പല വാർത്തകളും ഏറ്റെടുക്കുമ്പോൾ അതുമായി ബന്ധപ്പെട്ട് വലിയ തർക്കങ്ങൾ രൂപപ്പെടാറുണ്ട്, അല്ലെങ്കിൽ അതിനെ ചോദ്യം ചെയ്യാറുണ്ട്. അതിൻ്റെ മാധ്യമപരമായ ഉദ്ദേശശുദ്ധിയെ ചോദ്യം ചെയ്യാറുണ്ട്. അതിൻ്റെ സോഴ്സിൽ നിന്ന് തെറ്റായ കാര്യമാണ് ചെയ്യുന്നത് എന്ന് വളരെ ചങ്കൂറ്റത്തോടെ ചോദ്യം ചെയ്യുന്നൊരു കാലത്താണ് ഇന്ന് മാധ്യമപ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ചെയ്യുന്നൊരു കാലത്ത്, ഈ സമീപകാലത്ത് നോക്കൂ, ഏതെങ്കിലും വാർത്ത, ഇപ്പോൾ നിർഭനൊക്കെ എത്രയോ വാർത്തകൾ, നമ്മുടെ എത്രയോ റിപ്പോർട്ടർമാർ ഇവിടെ നിന്നെല്ലാം ഏതെല്ലാം വാർത്തകൾ, ഏറ്റവും അധികം ചർച്ച ചെയ്യുന്ന വിഷയങ്ങൾ നമ്മളെടുത്തിട്ടുള്ള നിലപാടും വാർത്തകളും ഒരെണ്ണം പോലും ആ നിലയിൽ ഡിസ്പ്യൂട്ട് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. രാഷ്ട്രീയമായി വാർത്താ സമ്മേളനങ്ങൾ ഇങ്ങനെയൊക്കെ പറയാം എന്നതിനപ്പുറത്തേക്ക് നമ്മൾക്ക് ഏതെങ്കിലും ഒരു വാർത്ത ആ നിലയിൽ കൊണ്ടുവന്ന വാർത്ത വലിച്ച് ഓടേണ്ടി വന്നിട്ടേയില്ല. സമീപകാലത്തെ ഈ ഗൗരവമായ വിഷയങ്ങൾ ഓരോന്നിൽ സമീപിക്കുമ്പോഴും നമ്മൾ ആ കാര്യങ്ങൾ വളരെ ശ്രദ്ധയോടെ ചെയ്തിട്ടുള്ളൂ. ഈ വാർത്ത വരുമ്പോൾ പോലും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നിർഭൻ പറഞ്ഞ പോലെ അന്വേഷിച്ച് അതിൻ്റെ ദൃശ്യങ്ങളടക്കം ഉണ്ടെന്ന് ഉറപ്പുവരുത്തി ആ ദൃശ്യങ്ങളടക്കം നമുക്ക് ബോധ്യപ്പെട്ട ശേഷം മാത്രമാണ് വാർത്തയായി കൊടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ടൊക്കെ ഈ വാർത്താ സമ്മേളനങ്ങളിൽ നിന്നു പഴയ്ക്കാൻ വേണ്ടി പറയുന്ന കുറ്റപ്പെടുത്തലിനപ്പുറത്തേക്ക് അതിന് യാതൊരു വിലയുമില്ല നിർഭൻ. തീർച്ചയായും ശരത്ത്, ഈ വാർത്തകൾ ഓരോന്നായി നമുക്ക് പരിശോധിക്കാം. ഇന്ന് പുലർച്ചെയോട് കഴിഞ്ഞ ദിവസം ഈ വാർത്ത ലഭിക്കുന്നു. ഈ വാർത്ത ലഭിച്ച് നമ്മൾ എപ്പോഴാണ് ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തത്? അത് സ്ഥിരീകരിക്കാൻ വാർത്ത ബോധ്യപ്പെടുന്ന തരത്തിൽ അവിടെയാണോ വിഷയം നടന്നതെന്ന് അറിയണം. ഒപ്പം തന്നെ ആ വിഷ്വലുകൾ പൂർണ്ണമായി നമ്മുടെ കൈവശം കിട്ടിയ ശേഷം ഇത് അവിടുത്തെ വിഷ്വലാണ്, അവിടെ നിന്ന് അയച്ചു തന്ന വിഷ്വലാണ്, അവിടത്തെയാണ് ഈ രക്തം ചിന്തി കിടക്കുന്നതെന്നൊക്കെ പൂർണ്ണമായി ബോധ്യപ്പെട്ടതിന് ശേഷമാണ് നമ്മൾ ഈ വാർത്ത കൊടുത്തത്. ശരത്ത്, ഈ വാർത്ത മാത്രമല്ല, യൂത്ത് കോൺഗ്രസിൻ്റെ ചിന്തൻ ശിബിർ പാലക്കാട് നടന്നല്ലോ. അന്ന് പാലക്കാട് നടന്ന ഒരു ലൈംഗിക ആരോപണം ഉണ്ടായി. ആ ചിന്തൻ ശിബിറിൽ പങ്കെടുത്ത യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന നേതാവ് തന്നെ ഒരു ദളിത് പെൺകുട്ടിയെ അവിടെ വെച്ച് പീഡിപ്പിക്കാൻ ശ്രമിച്ചു. ആ വാർത്ത നമ്മൾ കൊടുത്തു. ആ വാർത്തയിൽ നമുക്ക് പരാതി ലഭിച്ചു. ആ പരാതി എഴുതിയ പെൺകുട്ടിക്ക് പുറത്ത് പരസ്യമായി വരാൻ കഴിയാത്തതുകൊണ്ട് മാത്രം ആ പരാതി ഒത്തുതീർത്തു. അതാണ് ഞാൻ ഈ പറഞ്ഞ കാര്യത്തെക്കുറിച്ച് പറയുന്നത്. പിന്നെ നമുക്ക് ആ വാർത്ത തെളിയിക്കേണ്ടി വന്നത് എങ്ങനെയാണ്? മുഖ്യമന്ത്രിയുടെ വിമാനയാത്രയിൽ തടയാൻ പോയ നേതാക്കളെ സംബന്ധിച്ചുള്ള ആഭ്യന്തര ചർച്ചയിൽ ഇന്നത്തെ യൂത്ത് കോൺഗ്രസിൻ്റെ പ്രധാനപ്പെട്ട നേതാക്കൾ അന്ന് ഈ കേസ് പരിഹരിച്ചില്ലേ എന്ന വാട്സപ്പ് ചർച്ചയിലെ സംഭാഷണത്തിൽ നിന്നാണ് നമുക്ക് തെളിയിക്കേണ്ടി വന്നത്. അന്ന് ഈ KPCC ആസ്ഥാനത്ത് വന്ന് ആ ദളിത് പെൺകുട്ടിയിൽ നിന്ന് ഈ പരാതി പിൻവലിച്ച നേതാക്കളാണ്. ഇന്ന് VD സതീശനടക്കം, നേരത്തെ ആർഷോ പറഞ്ഞതുപോലെ മറ്റൊരു സംഘടനയിലെ ഒരു യൂണിറ്റ് കമ്മിറ്റിയിലാണ് ഇത് നടന്നിരുന്നുവെങ്കിൽ എങ്ങനെയായിരിക്കും VD സതീശൻ പ്രതികരിക്കുക? വളരെ ലഘൂകരിച്ച് ലാഘവത്തോടെ VD സതീശൻ സ്വീകരിക്കുന്ന സമീപനമുണ്ട്. അദ്ദേഹത്തെ പാർട്ടിയെയോ അദ്ദേഹത്തെ മുന്നണിയെയോ ബാധിക്കുന്ന വാർത്തകളോ വിമർശനങ്ങളോ എന്തെങ്കിലും ആരോപണങ്ങൾ വരികയാണെങ്കിൽ വളരെ ലാഘവത്തോടെ പുച്ഛത്തോടെ തള്ളിക്കളയുന്ന രീതിയുണ്ട്. കണ്ടില്ല എന്നടിക്കുക. അതേ രീതിയാണ് ഇവിടെ നടത്തുന്നത്. ഒരു കാര്യം കൂടി പറയാം ശരത്തെ, ഇത് ശരത്ത് മുഖവരിയായി പറഞ്ഞതുപോലെ ആഭ്യന്തരമായി കോൺഗ്രസിലേക്ക് ഇത് വ്യാപിച്ചു കഴിഞ്ഞു. കാരണം K. സുധാകരൻ ഈ പറഞ്ഞ പഠന ക്ലാസ്സിന് അദ്ദേഹത്തെ ക്ഷണിച്ചിട്ടില്ല. നിർഭൻ അതിലേക്ക് നമുക്ക് രണ്ടാമതായി വരാം. ഇവിടെ ശ്രീകുമാർ, ഇപ്പോൾ നിർഭൻ അടക്കം സൂചിപ്പിച്ച ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ നേരത്തെ ഒരു KSU ഭാരവാഹി തന്നെ പറഞ്ഞു. ആ ക്യാമ്പിൽ പങ്കെടുത്ത 70% പേർ ലഹരി ഉപയോഗിച്ചിരുന്നു. അതുപോലെ തന്നെ അവിടേക്ക് മദ്യം എത്തിച്ചതിനെക്കുറിച്ച്, അതിനെ ഈ മാതൃസംഘടനയുമായി ബന്ധപ്പെട്ട AICC മെമ്പർഷിപ്പൊക്കെയുള്ള തരത്തിൽപ്പെട്ട ഏതോ ആരുടെ വാഹനത്തിലാണെന്നൊക്കെയുള്ള തരത്തിലൊക്കെയുള്ള ചില വാർത്തകൾ കണ്ടിരുന്നു. ഏതായാലും ഒരു അപകടകരമായ അവസ്ഥ അതിനകത്തുണ്ട്. DJ പാർട്ടി എന്ന പേരിട്ട ആ നേതൃ ക്യാമ്പിൽ ഇതൊക്കെ അരങ്ങേറുമ്പോൾ യഥാർത്ഥത്തിൽ അതൊരു ഗുരുതരമായ പ്രശ്നം തന്നെയാണ്. KPCCയെ അറിയിച്ചിരുന്നുവെങ്കിൽ ഒരു ക്യാമ്പ് ഡയറക്ടറെ വെക്കുമായിരുന്നു കോൺഗ്രസ് നേതൃത്വം. എന്ന് പറഞ്ഞാൽ ഇത് കുട്ടികളുടെ, വിദ്യാർത്ഥികളുടേതാണ്, മുതിർന്നവരുടെ ഒരു ശ്രദ്ധ അതിനുണ്ടാകണം എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ അങ്ങനെ പോലും KPCC അറിയിച്ചിട്ടില്ല. അറിയിച്ചിരുന്നുവെങ്കിൽ ഒരു ക്യാമ്പ് ഡയറക്ടർ അതിനുണ്ടാകുമായിരുന്നു എന്ന് പറയുന്ന KPCCയുടെ നിലപാട്. അപ്പോൾ KPCC ഇതിനകത്തെടുക്കുന്ന ഒരു നീക്കം അത് വേണ്ടതല്ലേ? യഥാർത്ഥത്തിൽ അത് KSUO NSUO പരിഹരിച്ചു പോകേണ്ടതാണോ? കേരളത്തിനകത്തെ ഈ വിഷയങ്ങളിൽ, KSUവിലെ വിഷയങ്ങളിൽ KPCC ശക്തമായി നിലപാടെടുത്ത് തീരുമാനമെടുത്ത് മുന്നോട്ട് പോകേണ്ടതാണ്. ഇപ്പോൾ അലോഷ്യസ് സേവ്യർ, നേരത്തെ നിർഭൻ പറഞ്ഞ പോലെ, ഈ പ്രശ്നത്തെ മനസ്സിലാക്കുന്നതിൽ, അതിനനുസരിച്ച് പെരുമാറുന്നതിൽ, അതിനനുസരിച്ച് മുന്നോട്ട് പോകുന്നതിൽ പ്രസിഡന്റ് കുറേ കൂടി വിദ്യാർത്ഥി നേതാവെന്ന നിലയിൽ കുറേ കൂടി ജാഗ്രത കാട്ടേണ്ടതുമായിരുന്നോ? ശ്രീകുമാർ, ഇതുവരെ വന്ന വിഷയങ്ങളിൽ നിന്നാണ് എൻ്റെ ചോദ്യം. അതിനകത്ത് ഈ നിർഭൻ പറഞ്ഞാലൊരു കാര്യമുണ്ട്. കാരണം വെച്ചാൽ KSU സംസ്ഥാന പ്രസിഡന്റ് ഈ വിഷയം കൈകാര്യം ചെയ്യേണ്ടത് ഇതേ രീതിയിലായിരുന്നില്ല. ആ കാര്യത്തിൽ അയാൾക്ക് വളരെ വീഴ്ച പറ്റി എന്നുള്ള കാര്യത്തിലൊരു സംശയം വേണ്ട. രണ്ടാമത് അതൊരു വസ്തുത തന്നെയാണ്. പിന്നെ മദ്യം ഉപയോഗിച്ചു എന്നുള്ള കാര്യം എനിക്കറിയില്ല. കാരണം മദ്യം ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് അത് ഉപയോഗിച്ചവർക്കെതിരെ നടപടി വേണം. അക്കാര്യത്തിലും ഒരു സംശയമില്ല. പക്ഷേ ഇതിനകത്തുള്ള ഏറ്റവും വലിയൊരു പ്രശ്നം, അല്ലെങ്കിൽ നമ്മൾ ഈ അല്ലാത്ത ഒരു പ്രശ്നം കൂടി ഇതിനകത്തുണ്ട്. അത് ഞാൻ ശരത്തിന് പറഞ്ഞാൽ, ഞാൻ ഈ കോൺഗ്രസ് ഉൾരാഷ്ട്രീയം നന്നായിട്ട് അറിയാവുന്ന ആളായതുകൊണ്ട്, അടിസ്ഥാനപരമായിട്ട് KSU പോലത്തെ ഒരു സംഘടനയ്ക്ക് ഇപ്പോൾ പൊളിറ്റിക്കലി അല്ലെങ്കിൽ ഐഡിയോളജിക്കലി എംപവേർഡ് ആവാൻ അവർക്ക് പറ്റുന്നില്ല.
അതാണ് യഥാർത്ഥത്തിൽ ഈ പ്രശ്നങ്ങളുടെ അടിസ്ഥാന ഘടകം. കാരണം അഖിലേന്ത്യാ തലത്തിൽ BJPക്കെതിരായ പോരാട്ടത്തിലൊക്കെ കോൺഗ്രസ് വളരെ ഐഡിയോളജിക്കലി എംപവേർഡാണ്, യുവജന സംഘടനകൾ എംപവേർഡാകുമ്പോൾ കേരളത്തിൽ KSU പോലുള്ള സംഘടനയ്ക്ക് പ്രത്യയശാസ്ത്രപരമായിട്ട് എംപവേർഡ് ആകാൻ കഴിയുന്നില്ല. അതിന് പല കാലങ്ങളിൽ ഇതിനു മുമ്പ് ഇത്തരം ക്യാമ്പുകളുടെ സംഘടന ഉണ്ടായിരുന്നു. കാരണം വെച്ചാൽ 84-ൽ പാർട്ടി Aയും Iയും തമ്മിൽ യോജിച്ച് ഒറ്റ പാർട്ടി ആയതിനു ശേഷം എല്ലാ ക്യാമ്പുകളിലും ഇത്തരം സംഘടനകൾ ഉണ്ടാവുമായിരുന്നു. കാരണം അങ്ങനെയാണ്. കാരണം രണ്ട് പാർട്ടിയായിട്ട് നിന്നവർ ഒരുമിച്ച് ചേർന്നു. ഇപ്പോൾ നാളെ CPM-ഉം CPI-യും ഒരുമിച്ച് ചേർന്നാൽ അവരുടെ യുവജന സംഘടനയിൽ എന്ത് പ്രശ്നമുണ്ട്? അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. 84-ൽ ഇത് ആന്റണി കോൺഗ്രസ് മാതൃസംഘടനയെ ലയിച്ചപ്പോൾ തുടങ്ങി KSUവിൻ്റെ എല്ലാ ക്യാമ്പിലും ഇത്തരം അടികളൊക്കെ ഉണ്ടാവാറുണ്ട്, ഒരു സംശയമില്ല കാര്യത്തിൽ. അത് ഇന്നലെ തുടങ്ങിയതൊന്നുമല്ല. പക്ഷേ അതിനൊക്കെ ഒരു ഐഡിയോളജിക്കലായിട്ട് ഒരു എടുത്ത രാഷ്ട്രീയ നിലപാടുകളുടെ ഒരു പശ്ചാത്തലം ഉണ്ടായിരുന്നു. ഇപ്പോൾ അങ്ങനെ അത് മാറിയിട്ട് ഞാൻ DJ പാർട്ടിയിൽ ഞാൻ എതിർക്കുന്നില്ല. കാരണം കുട്ടികൾക്ക് ഡാൻസ് ചെയ്യാനും പാടാനൊക്കെ ഉള്ള അവസരം എല്ലായിടത്തും വേണം. പക്ഷേ ഇവിടെ സംഭവിച്ചത് എന്താ വെച്ചാൽ KSU സംസ്ഥാന പ്രസിഡന്റിന് ആ വിഷയം കൈകാര്യം ചെയ്യാൻ കഴിഞ്ഞില്ല. അതിൽ അദ്ദേഹം പരാജയപ്പെട്ടു എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. കാരണം ആത്യന്തികമായിട്ട് KSUവിൻ്റെ ഒരു ക്യാമ്പ് നടക്കുമ്പോൾ അത് KPCCയുടെ നിർദ്ദേശപ്രകാരം KPCC നിർദ്ദേശിക്കുന്ന നേതാക്കളുടെ മേൽനോട്ടത്തിലായിരിക്കണം എക്കാലത്ത് നടക്കേണ്ടത്. അത് നടന്നില്ല എന്നുള്ളത് കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. യഥാർത്ഥത്തിൽ ഈ പ്രശ്നങ്ങളിലേക്ക് നയിച്ചത് അതാണ്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞു വരിക, അതിനകത്തൊരു VD സതീശനും K സുധാകരനും നമ്മുടെ അഭിപ്രായ വ്യത്യാസത്തേക്കാൾ ഉപരി ഇത് അടിസ്ഥാനപരമായിട്ട് നടപടിയെടുക്കേണ്ടതും ചർച്ച ചെയ്യേണ്ടതും KPCC തലത്തിലാണ്. കാരണം KSU സംസ്ഥാന പ്രസിഡന്റ് KPCC നിർവാഹക സമിതി അംഗം കൂടിയാണ്. അപ്പോൾ അതുകൊണ്ട് KPCC പ്രസിഡന്റ് തന്നെയാണ് ഇക്കാര്യത്തിൽ നടപടിയെടുക്കാനുള്ള എല്ലാ പാർട്ടി അധികാരം നൽകുന്നതും എല്ലാ സ്വാതന്ത്ര്യം അദ്ദേഹത്തിനാണ്. പക്ഷേ KSU സംസ്ഥാന നേതൃത്വം ഇക്കാര്യത്തിൽ വലിയൊരു പരാജയമായിരുന്നുള്ള കാര്യത്തിൽ നമുക്കത് സമ്മതിക്കാം. ഞാൻ ഒരു കാര്യം ചോദിക്കുന്നത്, ഇവിടെ ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് UDF ചെയർമാൻ എന്ന നിലയിൽ അദ്ദേഹത്തെ ഒരു ലീഡർ എന്ന നിലയിൽ കണ്ടുകൊണ്ട് വിളിക്കുന്നതിൽ ഉദ്ഘാടനം ചെയ്യുന്നതിലൊന്നും ഒരു അപാകതയില്ല. പക്ഷേ KSU എന്ന് പറയുന്നൊരു വിദ്യാർത്ഥി സംഘടനയ്ക്ക് സംഘടനാപരമായി ഈ തരം പരിപാടികളുമായി മുന്നോട്ട് പോകുമ്പോൾ അതിൻ്റെ രാഷ്ട്രീയമായിട്ടുള്ള റെസ്പോൺസിബിലിറ്റി അല്ലെങ്കിൽ റിപ്പോർട്ടിംഗ് അതോറിറ്റി എന്ന നിലയ്ക്കാണ് എൻ്റെ ചോദ്യം. അത് KPCCയോടല്ലേ, KPCC പ്രസിഡന്റിനോടല്ലേ? അവിടെ ഒരു പ്രശ്നം സംഭവിച്ചാൽ KSU നേതൃത്വം തന്നെ KPCC പ്രസിഡന്റിന് റിപ്പോർട്ട് ചെയ്യണ്ടേ എന്ന നിലയിൽ ആലോചിച്ച് നോക്കൂ. ഒരു സംശയമില്ല. ഇല്ല. അപ്പോൾ പ്രശ്നം ശ്രീകുമാർ എന്താണെന്നറിയോ? അത് സംഭവിച്ചിട്ടില്ല. തീർച്ചയായിട്ടും KPCC അധ്യക്ഷന് തന്നെയാണ്. അദ്ദേഹത്തിനെ വിളിച്ചിട്ടുമില്ല. ഞാനത് കൃത്യമായിട്ട് ഞാൻ പറഞ്ഞുതരാം. അവിടെയാണ് ഇവർക്ക് വീഴ്ച സംഭവിച്ചത്. പണ്ട് കരുണാകരൻ്റെ നേതൃത്വത്തിൽ കരുണാകരൻ AK ആൻ്റണിയും പാർട്ടിയെ നയിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് KSU പൂർണ്ണമായും അല്ലെങ്കിൽ KSU ഏറെക്കുറെ കരുണാകരൻ്റെ കയ്യിലായിരുന്നു. KC വേണുഗോപാലും രമേശ് ചെന്നിത്തലയിലും ഒക്കെ KSU അധ്യക്ഷൻ ശരത്ചന്ദ്ര പ്രസാദും ഒക്കെ കരുണാകരൻ്റെ അടുത്ത ആൾക്കാരായിരുന്നു. പക്ഷേ അവിടെ ഒരു പരിപാടി ഇടുമ്പോൾ അവർ ആദ്യം ചെന്ന് കാണുന്നത് AK ആൻ്റണി ആയിരിക്കും. AK ആൻ്റണിയെ കണ്ട് അദ്ദേഹത്തെ ഇൻവൈറ്റ് ചെയ്ത് അദ്ദേഹത്തിന് സമ്മതം ചോദിച്ചിട്ട് അവർ നടത്തുള്ളൂ. അല്ലെങ്കിൽ ലീഡർ ചോദിക്കും, നിങ്ങൾ ആൻ്റണിയെ കണ്ടോന്ന് ചോദിക്കും. അങ്ങനെയായിരുന്നു ഈ പൊളിറ്റിക്സ്. പക്ഷേ ഇതിപ്പോൾ അങ്ങനെ ഒരു തലത്തിലേക്ക് പോകാതെ, പ്രത്യേകിച്ച് ഈ പുതിയ കമ്മിറ്റികൾ വെച്ചാൽ ഈ അടുത്തിടയ്ക്കുണ്ടായ കോൺഗ്രസിനുണ്ടായ നേതൃമാറ്റത്തിനൊക്കെ ശേഷം പരസ്പരം ആർക്കും ഒരു ബാധ്യതയില്ലാത്തൊരവസ്ഥ വന്നു എന്നുള്ളത് സത്യം തന്നെയാണ്. അത് ഈ മിസ്റ്റർ റിബൺ പറഞ്ഞത് വളരെ ശരി. അങ്ങനെ ഒരു ബാധ്യതയില്ലാത്ത അവസ്ഥ വന്നു. അപ്പോൾ ഇവർക്കൊന്നും എൻ്റെ ഗ്രൂപ്പ് നേതാവിനോട് ആലോചിച്ചാൽ പോരെ, മറ്റേയാളുടെ ആലോചിക്കണോ വേണ്ടെന്ന് അവർ ആലോചിച്ച് കാണും. അത് നിങ്ങൾ ഈ പറഞ്ഞ മാതിരി രാഷ്ട്രീയപരമായിട്ടും ധാർമ്മികമായിട്ടും ഒക്കെ അത് നിരുത്സാഹപ്പെടുത്തേണ്ട കാര്യം തന്നെ. റൈറ്റ്. വളരെ ശരിയായ ഒരു കാര്യമാണ് പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ ശ്രീകുമാർ, ഇവിടെ ഒരു കാര്യം, ഇപ്പോൾ KSU നേതൃത്വം VD സതീശനുമായി ആലോചിച്ച് കാര്യങ്ങളൊക്കെ ചെയ്തു, അദ്ദേഹത്തെ ഉദ്ഘാടനം ചെയ്യിച്ചു. അവിടെ പ്രശ്നം ഉണ്ടായപ്പോൾ അദ്ദേഹത്തെ തന്നെ വിളിച്ച് സഹായം അഭ്യർത്ഥിക്കുന്നു. ഞാൻ പത്രത്തിൽ വായിച്ചാണ് കേട്ടോ, നിർഭൻ അതറിയാം. അതുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിൻ്റെ തന്നെ ഫോണിലൂടെ സംസാരിക്കുന്നു, അതവിടെ കേൾപ്പിക്കുന്നു, അല്ലെങ്കിൽ നടപടി ഉണ്ടാകുമെന്ന് പറഞ്ഞു. അപ്പോൾ അവരെ കുറ്റം പറയാനില്ല. കാരണം അവരവരുടെ നേതാവിനോട് സംസാരിച്ചാണെന്നേ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയത്. ശ്രീകുമാർ, പക്ഷേ അതൊരിക്കലും KSU ഒരിക്കലും കൈക്കൊള്ളേണ്ട ഒരു രാഷ്ട്രീയ സമീപനം അതല്ല. ഇതിന് മുന്നും ഈ ഗ്രൂപ്പുകളെന്നും കോൺഗ്രസിൽ അത് ഇൻബിൽറ്റാണ്. നമ്മൾ നമ്മുടെ ഫോണിൽ അങ്ങനെയാണെങ്കിൽ അവരോട് ഇതല്ല ശൈലി, ഇങ്ങനെയല്ല നിങ്ങൾ ചെയ്യേണ്ടത്. ഈ ഗ്രൂപ്പ് ഇൻബിൽറ്റാണ്. അത് അങ്ങനെയാണെങ്കിൽ നിങ്ങൾ യഥാർത്ഥത്തിൽ ചെയ്യേണ്ടത്, രാഷ്ട്രീയമായി ചെയ്യേണ്ടത് ഇങ്ങനെയൊക്കെയാണ് എന്ന് അവരെ പഠിപ്പിക്കേണ്ട ചുമതല ആരാണ്? നിങ്ങൾ പറഞ്ഞൊരു ആരാണ് പഠിപ്പിക്കേണ്ടത്, അല്ലെങ്കിൽ പറഞ്ഞു കൊടുക്കേണ്ടത് ആരാണ്? ശ്രീ VD സതീശൻ അല്ലേ?
അല്ല ഞാൻ ശരത്തെ ഞാൻ ആദ്യം തന്നെ പറഞ്ഞല്ലോ ഈ അടുത്ത കാലത്ത് കേരളത്തിലെ കോൺഗ്രസ് ഉണ്ടായ നേതൃത്വ മാറ്റങ്ങളെല്ലാം അതിൻ്റെ എല്ലാത്തിനും ഇതിന് ഉത്തരവാദിത്തമുണ്ട്. നമ്മൾ ഏതെങ്കിലും ഒരു കേസിനെ സ്പെസിഫിക് ആയിട്ട് മാറ്റി നിർത്തി പറയണ്ട. ഈ കഴിഞ്ഞ 2021 ശേഷം കേരളത്തിൽ നടന്ന പല ചേഞ്ചസിലും ഉണ്ടായതിൻ്റെ അനന്തരഫലമാണ് ഇതെല്ലാം. അത്രേ ഉള്ളൂ. ഞാനിവിടെ ആർഷോ അദ്ദേഹം പറഞ്ഞതിലെ ഇപ്പോൾ കോൺഗ്രസ് KSU രാഷ്ട്രീയവും കോൺഗ്രസ് സംസ്കാരവും അതവിടെ നിൽക്കട്ടെ, അത് ആ പാർട്ടിയുടെ ആ സംവിധാനത്തിൻ്റെ ഒരു ആഭ്യന്തര പ്രശ്നമാണ്. പക്ഷേ അദ്ദേഹം പറഞ്ഞതിലൊരു കാര്യമുള്ളത്, KSU നേതൃ ക്യാമ്പുകളിൽ മുൻകാലത്ത് അടിയുണ്ടായിട്ടുണ്ട്. പക്ഷേ അത് ഐഡിയോളജിക്കലാണ്, രാഷ്ട്രീയ ബോധ്യത്തോടെ സംഭവിക്കുന്ന പ്രശ്നങ്ങൾ. പക്ഷേ ഇക്കാലത്തെ അടി അങ്ങനെയല്ല. അതിനൊരു രാഷ്ട്രീയ ബോധമില്ലാത്ത നിലയിലേക്ക് KSU എന്ന സംഘടന മാറിപ്പോകുന്നു എന്ന് കോൺഗ്രസ് രാഷ്ട്രീയത്തെ കുറെ കൂടി അടുത്ത് നിന്ന് വീക്ഷിക്കുന്നൊരു മാധ്യമപ്രവർത്തകൻ പറയുന്നതിന് നിങ്ങൾ മുഖവിലൊക്കെ എടുക്കുന്നുണ്ടോ? ഞാനിപ്പോൾ ചോദിക്കാൻ കാര്യം, ഇപ്പോൾ ക്യാമ്പസിൽ KSU സംസ്കാരത്തെക്കുറിച്ച് SFI നിരന്തരം സംസാരിക്കുന്ന ഒരു കേരളത്തിൻ്റെ ക്യാമ്പസുകൾക്ക് അതറിയാം. SFI അത് പറയാറ്, ഇതാണ് KSUവിൻ്റെ സംസ്കാരം. ആ നിലയിൽ അവതരിപ്പിക്കാൻ കുട്ടികളോട് പറയാൻ പറ്റുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നം ഉണ്ടായിരിക്കുന്നു. അതിനവർ ചെയ്യുന്ന ഈ തല്ലൊക്കെ ഉണ്ടാക്കുന്നത് ഒരു രാഷ്ട്രീയവുമില്ലാത്ത തല്ലാണ്. അവരുടെ ഒന്നും മനസ്സിൽ പോലും ചിന്തയിൽ പോലും ഒരു രാഷ്ട്രീയവുമില്ല എന്ന നില വരുന്നു. ആ പാർട്ടി, ആ സംഘടന, വിദ്യാർത്ഥി സംഘടന കുറേ കൂടി ക്ഷയിക്കുന്നു എന്ന നിലയിൽ കാണേണ്ട പ്രശ്നമാണോ ഇന്നലെ സംഭവിച്ചത്, നെയ്യാറിൽ സംഭവിച്ചത്? അല്ല, ഇതിനു മുൻപ് ഇത് KSUവിൻ്റെ ക്യാമ്പുകൾക്കകത്ത് സ്ഥിരം തല്ലാണോ എന്നുള്ളതിനെ സംബന്ധിച്ച് എനിക്ക് ധാരണയില്ല. ഇപ്പോൾ എപ്പോഴൊക്കെ KSU ക്യാമ്പ് നടത്തിയിട്ടുണ്ടോ ആ ക്യാമ്പ് മുഴുവൻ തല്ലായിരുന്നു എന്നുള്ള അഭിപ്രായം എനിക്കറിയില്ല കേട്ടോ. ഇപ്പോൾ ഇദ്ദേഹം ചിലപ്പോൾ ഈ ബഹുമാനോട് മാധ്യമപ്രവർത്തകൻ അദ്ദേഹം ചിലപ്പോൾ KSU ക്യാമ്പുകൾക്കകത്ത് ഇതിനു മുൻപ് പങ്കെടുത്തിട്ടുണ്ടാകും, അല്ലെങ്കിൽ അദ്ദേഹത്തെ സംബന്ധിച്ച് വിവരം ഉണ്ടാകും. എനിക്ക് ആ വിവരമില്ല. എന്നാൽ ഇവരുടെ തല്ല് നമ്മൾ കണ്ടിട്ടുണ്ട്. ആ തല്ല് കണ്ടിട്ടുള്ളത് ഈ പറഞ്ഞ പോലെ ഇവരുടെ സംഘടനാ തെരഞ്ഞെടുപ്പൊക്കെ വരുന്ന ഘട്ടത്തിലാണ്. ഇപ്പോൾ ഇത്തവണ KPCCയും KSUയും NSU ഒക്കെ ഈ നാട്ടിൽ വിദ്യാർത്ഥികളോട് ചെയ്ത, അല്ലെങ്കിൽ പൊതുസമൂഹത്തോട് ചെയ്ത വലിയൊരു കാര്യം ഇത്തവണ സംഘടനാ തെരഞ്ഞെടുപ്പ് ഇല്ലാതെ അവർ നോമിനേഷൻ നടത്തി എന്നുള്ളതാണ്. സംഘടനാ തെരഞ്ഞെടുപ്പ് ഉണ്ടായിരുന്നെങ്കിൽ ക്യാമ്പസിലൊക്കെ നമ്മൾ തല്ലുകയാണ് വരുന്നു. ഇപ്പോൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നമ്മുടെയൊക്കെ ക്യാമ്പസുകൾക്കകത്ത് നമ്മൾ വലിയ സംഘർഷം കണ്ടിട്ടുണ്ട്. A ഗ്രൂപ്പ് I ഗ്രൂപ്പ് എന്നൊക്കെ പറഞ്ഞാൽ 2 ഗ്രൂപ്പായി നിന്ന് ഒരാൾ പറഞ്ഞുറപ്പിച്ച വോട്ടേഴ്സ് ID കാർഡ് മറ്റൊരാൾ അത് അവരറിയാതെ കൊണ്ടുപോകുന്നതിൻ്റെയൊക്കെ പുറത്ത് ക്യാമ്പസിൽ നിന്ന് തമ്മിൽ അടിക്കുന്നതിൻ്റെയൊക്കെ ഒരുപാട് ദൃശ്യങ്ങൾ കണ്ടിട്ടുണ്ട്. അത് അദ്ദേഹം പറഞ്ഞതുപോലെ അതൊരു പൊളിറ്റിക്കൽ അടിയാണോ അപ്പൊളിറ്റിക്കൽ അടിയാണോ എന്നുള്ളതിനെ സംബന്ധിച്ച് അവർ തന്നെ ചർച്ച ചെയ്ത് തീരുമാനിക്കേണ്ട കാര്യമായിട്ട് നമുക്ക് ഈ പറഞ്ഞ ഒരു അടി പൊളിറ്റിക്കൽ അടിയാണെന്ന് തോന്നുന്നില്ല. അപ്പോൾ ഇതും കഴിഞ്ഞ് ഇവിടെ എത്തുമ്പോൾ ഇത് അദ്ദേഹം പറഞ്ഞ ഈ ക്യാമ്പിലെ തല്ലിൽ പൊളിറ്റിക്സ് ഇല്ല, തല്ലിൽ മാത്രമല്ല കേരളത്തിലെ ഒരു ക്യാമ്പസിനകത്തും KSU രാഷ്ട്രീയം പറയുന്നത് നമുക്ക് കാണാൻ വേണ്ടി കഴിയില്ല. ഈ കാലയളവിൽ ഇന്ത്യക്കകത്തെ ഇപ്പോൾ വേണ്ട മറ്റ് വിഷയങ്ങളൊക്കെ വിട്ടോ, വിദ്യാഭ്യാസ മേഖലയുമായി ബന്ധപ്പെട്ട് ഇന്ത്യയിലെ വിദ്യാഭ്യാസ മേഖലയുമായി ബന്ധപ്പെട്ട് നിരവധി വിഷയങ്ങൾ ഈ കഴിഞ്ഞ നാളുകളിൽ നമ്മുടെ രാജ്യം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. വലിയ വിദ്യാർത്ഥി സമരങ്ങൾക്ക് രാജ്യം സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പുതിയ ദേശീയ വിദ്യാഭ്യാസ നയം 2020 മുന്നോട്ട് വെക്കപ്പെടുന്നുണ്ട്. പാഠപുസ്തകങ്ങൾക്കകത്ത് കാവ്യവൽക്കരണം നടത്തുന്നുണ്ട്. അങ്ങനെ നമ്മുടെ സർവകലാശാലകൾ, കേരളത്തിൽ ഉൾപ്പെടെയുള്ള സർവകലാശാലകളെ ചാൻസലർ അടക്കം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് സംഘപരിവാർ കടന്നു കയറുന്നതിന് വേണ്ടി ശ്രമം നടത്തുന്നുണ്ട്. ഇങ്ങനെ വിദ്യാഭ്യാസ മേഖലയെ ബാധിക്കുന്ന നിരവധി വിഷയങ്ങൾ ഈ കാലയളവിൽ ഉയർന്നു വരുന്നത് നമുക്ക് കാണാൻ വേണ്ടി കഴിയും. ഇതിൽ ഏതെങ്കിലും ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് KSU ഒരു സമരം ഉയർത്തിക്കൊണ്ടുവരും നമ്മൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? ഏതെങ്കിലും ഒരു ക്യാമ്പസിൽ ക്ലാസ്സിൽ കയറി 4 കുട്ടികളെ സംഘടിപ്പിച്ച് ഒരു ക്ലാസ് ക്യാമ്പയിൻ എടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള എഫേർട്ടെങ്കിലും KSU എടുക്കുന്നതായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട്? നമ്മൾ ആരും കണ്ടിട്ടില്ല. ഈ നിലയിലുള്ള ക്യാമ്പസിലോ പൊതുവിടങ്ങളിലോ രാഷ്ട്രീയം സംവദിക്കുന്ന ഒരു സംഘടനയെ അല്ല KSU, മറിച്ച് നിലവിൽ ഈ പറഞ്ഞ പോലെ K സുധാകരൻ ആർമിയായും VD സതീശൻ ആർമിയായും പ്രവർത്തിക്കുന്ന ഈ പറഞ്ഞ പോലെ ഫാൻസ് അസോസിയേഷൻ പോലുള്ള ചില കൂട്ടങ്ങളായി മാത്രം കേരളത്തിലെ KSU മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവർ രാഷ്ട്രീയം പറയുന്നില്ല, ഇവർ വിദ്യാർത്ഥികളെ സംഘടിപ്പിച്ച് അല്ലെങ്കിൽ മറ്റ് വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനം ഒന്നും ഇവർ നടത്തുന്നതായിട്ട് നമ്മളാരും ക്യാമ്പസുകൾക്കകത്ത് കാണുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഇത് തല്ലിൽ മറ്റേ പൊളിറ്റിക്സ് ഉണ്ടോ എന്നുള്ളത് മാത്രമല്ല, KSUവിനെ കേരളത്തിലെ ക്യാമ്പസുകൾക്ക് ഇപ്പോൾ ഞങ്ങൾക്കൊരു അനുഭവമുണ്ട്. ഇപ്പോൾ ഈ വിദ്യാഭ്യാസ നയവുമായി ബന്ധപ്പെട്ട് ഇതിപ്പോൾ കേരളത്തിലെ കേസിലെ NSUവുമായി ബന്ധപ്പെട്ട് ഈ വിദ്യാഭ്യാസ നയത്തിനെതിരായിട്ട് രാജ്യത്ത് വലിയ വിദ്യാർത്ഥി പ്രക്ഷോഭം ഇപ്പോൾ സമസ്ത മേഖലകളെയും പോലെ തന്നെ പുതിയ വിദ്യാഭ്യാസ നയവും വിദ്യാഭ്യാസ മേഖലക്കകത്ത് വിഷയം ഉയർത്തിക്കൊണ്ട് രാജ്യവ്യാപകമായിട്ട് വലിയ വിദ്യാർത്ഥി സമരം ഉയർന്നു വരണമെന്ന് കണ്ടുകൊണ്ട് SFI നടത്തിയ ഒരു ഇനീഷ്യേറ്റീവ് ഉണ്ട്. രാജ്യത്തെ പ്രതിപക്ഷ BJP വിരുദ്ധ വിദ്യാർത്ഥി സംഘടനകളെ മുഴുവൻ വിളിച്ചു ചേർത്ത് അവരെ കോർഡിനേറ്റ് ചെയ്തുകൊണ്ട് ഒരു ദേശീയ തലത്തിൽ തന്നെ ഒരു വിദ്യാർത്ഥി കൂട്ടായ്മ 10-16ഓളം വരുന്ന വിദ്യാർത്ഥി സംഘടനകളെ ഒരുമിച്ച് ചേർത്തുകൊണ്ട് ഒരു കൂട്ടായ്മ രൂപീകരിച്ചു. ആ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ രാജ്യത്ത് വിവിധയിടങ്ങളിൽ വലിയ സമരങ്ങൾ നമ്മൾ പാർലമെൻറ്റ് മാർച്ച് സംഘടിപ്പിച്ചു. 16ഓളം വിദ്യാർത്ഥി സംഘടനകൾ ഉണ്ടായിരുന്നു. ഇടതുപക്ഷ വിദ്യാർത്ഥി സംഘടനകൾ ഉണ്ടായിരുന്നു, മറ്റ് DMKയുടെ വിദ്യാർത്ഥി മൂവ്മെൻറ്റ്, അങ്ങനെ വിവിധ വിദ്യാർത്ഥി സംഘടനകൾ. ഇപ്പോൾ നമ്മൾ ഡൽഹിയിൽ പാർലമെൻറ്റ് മാർച്ച് നടത്തി, അതേപോലെ തന്നെ തമിഴ്നാട്ടിൽ വലിയ വിദ്യാർത്ഥി മുന്നേറ്റം ഉണ്ടാക്കി, ബംഗാളിൽ നമ്മൾ ഈ പറഞ്ഞ വിദ്യാർത്ഥി കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ സമരം ഉയർത്തി. അപ്പോൾ ഈ സമരത്തിൽ ഈ ആലോചന യോഗത്തിലും ഇതിൻ്റെ മറ്റ് കാര്യങ്ങൾക്കകത്തൊക്കെ എല്ലാ മീറ്റിങ്ങുകൾക്കകത്തും NSUയുടെ പ്രതിനിധി ഉണ്ടായിരുന്നു. എന്നാൽ പാർലമെൻറ്റ് മാർച്ച് വരുമ്പോൾ ബാക്കി 15 സംഘടനകളുടെയും പ്രതിനിധികൾ പങ്കെടുത്തു. ഈ പറഞ്ഞ വിദ്യാർത്ഥികൾ സമരത്തിലുണ്ടായിരുന്നു. NSUI അതിൽ നിന്ന് മാറുന്നു.
അതിനകത്ത് മാറി നിൽക്കുന്നതിനകത്ത് അവർക്കുണ്ടായിരുന്ന കാരണം വളരെ രസകരമായിരുന്നു. അന്ന് ഇതുമായി ബന്ധപ്പെട്ട് അവർ ആ കൂട്ടായ്മകൾക്കകത്ത് ഉയർത്തിയ ഒറ്റ ചർച്ച ഉണ്ടായിരുന്നുള്ളൂ. ഈ 16 വിദ്യാർത്ഥി പേരെഴുതുമ്പോൾ ഞങ്ങളുടെ പേര് ആദ്യം എഴുതണം, NSUI എന്നുള്ളത് ആദ്യം എഴുതണം. അപ്പോൾ എല്ലാ സംഘടനയും ചർച്ച ചെയ്തിട്ട് പറഞ്ഞ് നമുക്ക് വേണ്ട ആൽഫബറ്റിക്കൽ ഓർഡറിൽ എഴുതാം. ഇപ്പോൾ SFI മുൻകൈ എടുത്തപ്പോൾ ആൽഫബറ്റിക്കൽ ഓർഡർ വരുമ്പോൾ S അവസാനം ആയതുകൊണ്ട് ഞങ്ങളുടെ അവസാനമാണ് SFI എന്നുണ്ടായിരുന്നത്. അതിൽ ഒന്നാമത് NSUI എന്ന് എഴുതിയില്ല എന്നുള്ളതിൻ്റെ പേരിൽ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയത്തിൽ സമരത്തിൽ നിന്നും മാറിയുന്ന ആളുകൾ അവർ. അപ്പോൾ ഇതാണ് ഇവരുടെ രാഷ്ട്രീയം. ഇത് കേരളത്തിലാണെങ്കിലും ദേശീയ തലത്തിലാണെങ്കിലും ഈ സംഘടനയുടെ രാഷ്ട്രീയം ഇതാണ്. അപ്പോൾ ഇതിൽ നിന്ന് അപ്പുറത്ത് പ്രധാനപ്പെട്ട വിഷയങ്ങൾക്കകത്ത്, വിദ്യാർത്ഥി വിഷയങ്ങൾക്കകത്ത്, വിദ്യാഭ്യാസ മേഖലക്കകത്തെ വിഷയങ്ങൾക്കകത്ത് സമരം ഉയർത്തി കൊണ്ടുവരുന്നതിന് വേണ്ടിയോ അത് വിദ്യാർത്ഥികളോട് സംവദിക്കുന്നതിന് വേണ്ടിയോ ഈ ഗൗരവപ്പെട്ട വിഷയങ്ങൾ ക്യാമ്പസിനകത്ത് ചർച്ചയാക്കുന്നതിന് വേണ്ടിയോ ഒന്നും തയ്യാറാകാതെ ഇവരെ സംബന്ധിച്ച് സതീശൻ ഫാൻസ് അസോസിയേഷൻ്റെയും സുധാകരൻ ഫാൻസ് അസോസിയേഷൻ്റെയും ബലം കൂടുതൽ ആർക്കാണ്, അല്ലെങ്കിൽ ഇതിൽ തല്ലാൻ കരുത്തുള്ള ഫാൻസ് അസോസിയേഷൻ ഏതാണ് എന്നുള്ളതിനെ സംബന്ധിച്ച് മാത്രമാണ് ഇവരെ സംബന്ധിച്ച് ഇവരുടെ വിഷയം. അതിൻ്റെ അപ്പുറത്തേക്കൊരു വിഷയം ഇതുവരെ നമ്മളാരും കണ്ടിട്ടില്ല ക്യാമ്പസുകൾക്കകത്ത് KS ഉയർത്തി കൊണ്ടുവരുന്നത്. ശരി, ഇവിടെ നിർഭൻ, ഒരു വാട്സപ്പ് ഗ്രൂപ്പിനെ ചൊല്ലി ഉണ്ടായ ഒരു തർക്കം എവിടെ ചെന്ന് അവസാനിച്ചു നോക്കുക. നേരത്തെ ശ്രീകുമാർ മനയിൽ പറഞ്ഞു നിർത്തിയിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞതിൽ ഗുരുതരമായ പിഴവുകൾ KSUവിന് സംഭവിച്ചിട്ടുണ്ട്. KPCC റിപ്പോർട്ട് ചെയ്ത് തന്നെ പോകണമായിരുന്നു, അതൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷേ ആ അച്ചടക്ക നടപടിയുമായി ബന്ധപ്പെട്ട് ഇതിപ്പോൾ ഏറ്റവും അവസാനം ഒരു ഗ്രൂപ്പ് താല്പര്യത്തിലേക്കാണ് ഇത് ആകെ ചെന്നുപെടുന്നത്, അല്ലെങ്കിൽ അതിൽ വന്ന് അവസാനിക്കുകയാണോ? അങ്ങനെ വരുമ്പോൾ അതിൽ ഏറ്റവും അധികം വിമർശിക്കപ്പെടുന്നയാളായി VD സതീശൻ മാറുമോ? കാരണം എല്ലാ കാര്യങ്ങളും അദ്ദേഹത്തോട് മാത്രം ആലോചിച്ചാണ് ചെയ്തത്. അദ്ദേഹം ഈ പ്രശ്നത്തിൽ ചെന്നുവിടുമ്പോഴും അതിനെ നിസ്സാരവൽക്കരിക്കാൻ ശ്രമിക്കുന്നു. കുട്ടികളുടെ പ്രശ്നം കുട്ടികൾ പരിഹരിക്കും, KSU NSUവും പരിഹരിക്കും എന്ന നിലയിലാണ്. KPCC പ്രസിഡന്റിൻ്റെ നിലപാട് ഭിന്നമാണ്. അതൊരു കേരളത്തിനകത്തെ KSUവിൽ സംഭവിക്കാൻ പാടില്ലാത്തതാണ് എന്ന നിലപാടെടുത്തുകൊണ്ട് ഒരു കമ്മീഷനെ വെക്കുന്നു, അങ്ങനെ മുന്നോട്ട് പോകുന്നു. അതിനോടുള്ള വിയോജിപ്പ് തന്നെയാണ് VD സതീശൻ പരസ്യമായി അവതരിപ്പിച്ചത് ഇന്ന് മാധ്യമങ്ങളോട്. എന്ന് വെച്ചാൽ ഈ വിഷയത്തിലുള്ള KSUവിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിലുള്ള VD സതീശൻ്റെ താല്പര്യം, അദ്ദേഹത്തിൻ്റെ ഒരു രക്ഷാകർതൃത്വത്തിലാണ് ഇതെല്ലാം നടന്നു വരുന്നത് എന്ന നിലയിൽ കോൺഗ്രസിനകത്ത് ഒരു പൊതു ചർച്ച രൂപപ്പെടുന്നുണ്ടോ? ശരത്ത്, അത് നമ്മൾ വിശദമാക്കിയില്ലെങ്കിലും വ്യക്തമാക്കിയില്ലെങ്കിലും വിശദീകരിച്ചില്ലെങ്കിലും അത് വസ്തുതയാണ്. കാരണം സാധാരണ സംഘടനാ പ്രശ്നങ്ങൾ വരുമ്പോൾ ഈ അടുത്ത കാലത്തായി VD സതീശൻ സ്വീകരിക്കുന്ന തന്ത്രമുണ്ട്. അദ്ദേഹം പറയും സംഘടനാ വിഷയങ്ങൾ സുധാകരൻ KPCC അധ്യക്ഷൻ മറുപടി പറയും. പക്ഷേ ഈ കാര്യത്തിൽ അദ്ദേഹത്തിൻ്റെ ഒരു വളരെ പെട്ടെന്ന് തന്നെ ഈ വിഷയം അവസാനിപ്പിക്കണമെന്നുള്ള ആഗ്രഹം VD സതീശനുണ്ട്. കാരണം VD സതീശനാണ് ഈ പരിപാടി പ്ലാൻ ചെയ്തതും ഈ പരിപാടി ഉദ്ഘാടനം ചെയ്തത് VD സതീശനാണ്. അന്ന് തിരുവനന്തപുരത്ത് തന്നെ സുധാകരൻ ഉണ്ടായിരുന്നു. അദ്ദേഹത്തെ ക്ഷണിച്ചിരുന്നില്ല, അദ്ദേഹം പോയതുമില്ല. ഒപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ അടുത്ത അനുയായിയായിട്ടുള്ള തിരുവനന്തപുരത്തെ DCC പ്രസിഡന്റ് പാലോട് രവിയാണ് ഇതിൻ്റെ സംഘാടകനായി പ്രവർത്തിച്ചത്. ഇതിനകത്ത് അതിക്രമം നടന്നു, മോശമായി, പാർട്ടിക്ക് കളങ്കമായി, പെട്ടെന്ന് ഇത് ലഘൂകരിച്ച് അവസാനിപ്പിക്കണം എന്ന കാര്യം VD സതീശനുണ്ട്. രണ്ടാമത് ഈ സംഘടനാ നടപടിയെടുത്ത അനന്തകൃഷ്ണൻ അടക്കം വരുന്ന 4 പേർക്കെതിരെയാണ് നടപടിയെടുത്ത്. 4 പേരിൽ 3 പേരും സുധാകരൻ്റെ അടുത്ത അനുയായികളാണ്. ഈ അനന്തകൃഷ്ണൻ സുധാകരൻ എന്തുകൊണ്ട് ഈ പറഞ്ഞ പഠന ക്ലാസ്സിലേക്ക് ക്യാമ്പിലേക്ക് ക്ഷണിച്ചില്ല എന്ന് ഈ മീറ്റിങ്ങിൽ തന്നെ ചോദിച്ച ഒരാളാണ്. ഇതിനൊപ്പം തന്നെ ഇത് ഇടുക്കിയിൽ മുമ്പ് നടന്നൊരു ക്യാമ്പിൽ സുധാകരനെതിരെ ഒരു വിമർശനം ഉന്നയിക്കുകയും അത് പത്രത്തിൽ വാർത്തയായി വരികയും ചെയ്തു. അത് സുധാകരനെതിരെ ഇങ്ങനെ വാർത്ത ചോർത്തിക്കൊടുത്തത് ആരാണ്, ഇതിൽ അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ട ആളാണ് അനന്തകൃഷ്ണൻ. അതുകൊണ്ട് ഏകപക്ഷീയമായ നടപടിയാണ്. മറ്റൊരു കാര്യം കൂടിയുണ്ട് ശരത്ത്. ഇന്ന് VD സതീശൻ പറഞ്ഞു ഇത് കാര്യങ്ങളൊക്കെ അന്വേഷിച്ച് നടപ്പിലാക്കേണ്ട ആൾ NSU ആണ്, KSUവും തമ്മിൽ പരിഹരിക്കും എന്ന് പറഞ്ഞ ശേഷമാണ് വൈകിട്ടോടുകൂടി നടപടി വന്നത്. എന്തുകൊണ്ടാണ് ധൃതി പിടിച്ച് നടപടി വന്നത് ഇനി കമ്മീഷൻ്റെ നടപടി വന്നാൽ സുധാകരൻ ഇക്കാര്യത്തിൽ ഉത്തരവാദിത്തപ്പെട്ട നേതാക്കൾക്കെതിരെ നടപടിയെടുക്കും. അതിൽ സിംഹഭാഗവും നടപടി നേരിട്ട് പുറത്തു പോയിട്ട് വരുന്നത് VD സതീശൻ്റെ അനുയായികളായിരിക്കും. അതിൽ നേട്ടം സുധാകരൻ ഉണ്ടാകുമെന്ന് മനസ്സിലാക്കി തന്നെയാണ് ഇത് സംഘടനയ്ക്കുള്ളിലുള്ള കുട്ടികളുടെ ആഭ്യന്തര വിഷയം ഞങ്ങളിത് പരിഹരിച്ച് കഴിഞ്ഞു, നടപടിയെടുത്ത് കഴിഞ്ഞു എന്ന തരത്തിലേക്ക് ഇത് തീർക്കാനുള്ള ശ്രമം നടത്തുന്നത്. മറ്റൊരു കാര്യം, ശ്രീകുമാർ മനയിൽ എന്ന് പറഞ്ഞാൽ കോൺഗ്രസിൻ്റെ UDFിൻ്റെ പൊളിറ്റിക്സ് നോക്കുന്ന ഒരാളാണ്. അദ്ദേഹത്തിന് ഈ കാര്യങ്ങൾ വ്യക്തമായി അറിയാം. 3 പോഷക സംഘടനകളുണ്ടല്ലോ. ഒന്ന് മഹിളാ കോൺഗ്രസ്, യൂത്ത് കോൺഗ്രസ്, KSU. മഹിളാ കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡന്റായ ജബി മേത്തർ A വിഭാഗത്തിൻ്റെ ഭാഗമായി വന്നു. ഇപ്പോൾ ആർക്കൊപ്പമാ? KC വേണുഗോപാലിനൊപ്പവും VD സതീശനൊപ്പവും. യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡന്റായ രാഹുൽ മാങ്കൂട്ടം A വിഭാഗത്തിൻ്റെ പ്രതിനിധി ഇപ്പോൾ ആർക്കൊപ്പമാ? VD സതീശനും KC വേണുഗോപാലിനൊപ്പം. ഇപ്പോൾ ഈ പറഞ്ഞ അലോഷ്യസ് സേവ്യർ KSUവിൻ്റെ ഭാഗമായി A വിഭാഗത്തിൻ്റെ കൊടുത്ത നോമിനിയായിട്ട് വന്നയാളാണ്. ഇപ്പോൾ ആർക്കൊപ്പമാണ് നിൽക്കുന്നത്? സംഘടന പൂർണ്ണമായി ഏകാധിപത്യപരമായി ഒറ്റയ്ക്ക് പിടിക്കാനുള്ള പോരാട്ടമാണ്. നേരത്തെ ആർഷോ പറഞ്ഞതുപോലെ സ്വന്തം കൂടെ നിൽക്കുന്ന അനുയായി ഫാൻസ് അസോസിയേഷനെ പരമാവധി സംരക്ഷിച്ച് നിർത്തുക. അത് ഈ പറഞ്ഞ ആൾക്കൂട്ടമായി മാത്രം മാറുക. അവരെ പൂർണ്ണമായി സംരക്ഷിക്കാൻ ഈ നേതാക്കൾ ചൊൽപ്പടിക്ക് നിർത്തുന്നവരെ ആ നേതാക്കൾ പൂർണ്ണമായി സംരക്ഷിച്ച് നിർത്തുകയും ചെയ്യുകയാണ്. വരും ദിവസങ്ങളിൽ ഞാൻ ശരത്ത് സൂചിപ്പിച്ചതുപോലെ സുധാകരൻ വെറുതെ ഇരുന്നില്ല എങ്കിൽ, ഇത് ഈ
നടപടിയുമായി മുന്നോട്ട് പോവുകയാണെങ്കിൽ ഇത് കോൺഗ്രസിൻ്റെ, പ്രത്യേകിച്ച് കെ സുധാകരൻ എങ്ങനെയാണ് KPCC അധ്യക്ഷ പദവിയിലേക്ക് വീണ്ടും വന്നത്, അദ്ദേഹം പിടിച്ചെടുക്കുകയായിരുന്നു. അതിനനുസരിച്ചുള്ള ആഭ്യന്തര സംഘർഷം KSUവിലും പോഷക സംഘടനകളിലും കോൺഗ്രസിൽ നിലനിൽക്കുന്നുണ്ട്. അതിന് നിർണായകമായൊരു വഴിത്തിരിവായി ഇത് പോകാൻ സാധ്യതയുണ്ട്. ആഭ്യന്തരമായി വിഷയം പരിഹരിച്ചില്ല എങ്കിൽ കെ സുധാകരൻ മുന്നോട്ട് പോവുകയും അച്ചടക്ക നടപടിയിലേക്ക് ഒരു കാര്യം, ഇപ്പോൾ കെ സംഘർഷത്തിലേക്ക് സുധാകരന് KPCC പ്രസിഡന്റ് എന്ന നിലയിൽ KPCC അറിയിച്ചിട്ടില്ല എന്ന ഒരു ഗൗരവമായ പ്രശ്നം KSU ലീഡർഷിപ്പിൻ്റെ ഭാഗത്തു നിന്നുണ്ട്. അത് വലിയ കുഴപ്പത്തിലും ചെന്ന് കലാശിച്ചു നേതൃ ക്യാമ്പ്. ഇപ്പോൾ ഉടനടി ഒരു കമ്മീഷനെ വെച്ചു, അവർ പ്രാഥമിക റിപ്പോർട്ട് കൊടുത്തു. പന്ത് കെ സുധാകരൻ്റെ കോർട്ടിലല്ലേ? തീർച്ചയായും കെ സുധാകരനാണ് ഈ കാര്യത്തിൽ പൂർണ്ണമായി അദ്ദേഹത്തിൻ്റെ കോർട്ടിലാണ്. കാരണം അദ്ദേഹം ഒരിക്കലും ഈ വിഷ്വൽ വന്നതിന് ശേഷം അവരെ തള്ളി പറഞ്ഞിട്ടില്ല. ഒപ്പം അത് ന്യായീകരിക്കാൻ മുതിർന്നിട്ടില്ല. അദ്ദേഹം നേരത്തെ ശ്രീകുമാർ മനയിൽ പറഞ്ഞതുപോലെ അദ്ദേഹം കമ്മീഷൻ വെച്ചു. കമ്മീഷൻ അംഗങ്ങൾ ഉടനടുത്ത് തന്നെ KSU ക്യാമ്പിൽ നടക്കുന്ന സ്ഥലത്ത് വന്നു. പ്രാഥമികമായിട്ട് റിപ്പോർട്ട് അന്ന് രാത്രി തന്നെ നൽകി. പ്രാഥമിക റിപ്പോർട്ടിൽ പൂർണ്ണമായി അച്ചടക്ക ലംഘനം നടന്നെന്ന് കണ്ടെത്തി. തുടർ നടപടി കർശനമായ നടപടി വേണമെന്ന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് ഈ ഘട്ടത്തിൽ അങ്ങനെ KPCC കണ്ടെത്തുമ്പോൾ ആ പറഞ്ഞ പോരായ്മകളുടെ ഒന്നാം പേരുകാരനായി വരുന്നയാൾ യഥാർത്ഥത്തിൽ KSU പ്രസിഡന്റ് അല്ലേ? ആ KSU പ്രസിഡന്റ് എന്തുകൊണ്ട് ഇത്തരത്തിൽ ഈ അദ്ദേഹത്തിൻ്റെ കീഴിലുള്ള DCC ആണ് തലസ്ഥാനത്ത് ഇങ്ങനെ പരിപാടി സംഘടിപ്പിച്ചത്? എന്തുകൊണ്ട് അദ്ദേഹം ഇത് അറിഞ്ഞില്ല? എന്തുകൊണ്ട് അദ്ദേഹം അറിയാതെ അദ്ദേഹത്തിൻ്റെ പോഷക സംഘടനയുടെ നേരത്തെ പറഞ്ഞതുപോലെ നിർവാഹക സമിതി അംഗമാണ് KSUവിൻ്റെ സംസ്ഥാന പ്രസിഡന്റ്. അദ്ദേഹത്തോട് കൂടിയാലോചിച്ച് അതെങ്ങനെയാണ് സംസ്ഥാന പ്രസിഡന്റ് ഇങ്ങനെ ഒരു സമ്മേളനം പണ്ടക്യാമ്പ് നടത്താനുള്ള ധൈര്യം കിട്ടി? ഇത്തരം കാര്യങ്ങളിലൊക്കെ അദ്ദേഹത്തിന് മറുപടി പറയേണ്ടി വരും. പക്ഷേ ഈ പറഞ്ഞ ഈ അവസാനത്തെ ഈ സംഘർഷത്തിലും ഈ നടപടിക്രമങ്ങളിലും കെ സുധാകരൻ്റെ കോർട്ടിൽ തന്നെയാണ് പന്ത്. അദ്ദേഹം എങ്ങനെയാണ് ആക്ട് ചെയ്യുമെന്നതായിരിക്കും ഇനി വരും ദിവസങ്ങളിൽ കോൺഗ്രസിൻ്റെ പൊളിറ്റിക്സിൽ ഉണ്ടാകുന്ന ഡെവലപ്മെൻറ്റ്. റൈറ്റ്. ഞാൻ ഈ ചർച്ചയുടെ അവസാന മിനിറ്റുകളിലേക്ക് ശ്രീകുമാർ താങ്കളിലേക്കാണ്. ഈ വിഷയത്തിൽ ഇപ്പോൾ വന്നിട്ടുള്ള നടപടികൾ നോക്കിയാൽ, ഇപ്പോൾ KSUവിലുണ്ടായ സംഭവത്തിൽ NSUവിൻ്റെ നടപടി പ്രകാരം KSUവിൻ്റെ ജനറൽ സെക്രട്ടറി അനന്തകൃഷ്ണൻ, അതുപോലെ മാർവാനിയസ് കോളേജിലെ KSU യൂണിറ്റ് പ്രസിഡന്റ്, എറണാകുളം ജില്ലാ സെക്രട്ടറി, തിരുവനന്തപുരം ജില്ലാ വൈസ് പ്രസിഡന്റ് എന്നിവരെയാണ് ഇപ്പോൾ സസ്പെൻഡ് ചെയ്തിട്ടുള്ളത്. എന്ന് വെച്ചാൽ അതൊരു തെരഞ്ഞുപിടിച്ച് നടപടി പോലെയുണ്ട്. മറുഭാഗത്ത് KPCC നിയോഗിച്ച കമ്മീഷൻ്റെ പ്രാഥമിക റിപ്പോർട്ട് പ്രകാരം നേതൃത്വത്തിൻ്റെ പിടിപ്പുകേടാണ്, കൊള്ളരുതാത്ത നേതൃത്വത്തിൻ്റെ പിടിപ്പുകേടാണ് എന്ന് കണ്ടുകൊണ്ട് KSU ലീഡർഷിപ്പിനാണ്. KSU ലീഡർഷിപ്പ് എന്ന് പറഞ്ഞാൽ എല്ലാ കാലത്തും KSU പ്രസിഡന്റ് എന്ന് പറയുന്നതാണ് ആ പാർട്ടിയെ സംബന്ധിച്ച്, അല്ലെങ്കിൽ ആ സംഘടനയെ സംബന്ധിച്ച് ഏറ്റവും പ്രസക്തമായിട്ടുള്ളത്. KSU പ്രസിഡന്റിലേക്ക് തന്നെയാണ് KPCC ആ വിമർശനം അല്ലെങ്കിൽ കണ്ടെത്തൽ പോകുന്നത്. ഈ കുഴപ്പങ്ങളുടെയൊക്കെ ആ ഒരു പിടിപ്പുകേടിലേക്കാണ് പോകുന്നത്. എന്ന് വെച്ചാൽ ഇത് രണ്ട് വഴിക്കാണ് ഈ കണ്ടെത്തലും നടപടികളും അതിൻ്റെ ശുപാർശയും പോകുന്നത് എന്നല്ലേ കണ്ടാൽ തോന്നുക? അല്ല, ഈ ശരത്ത്, ഈ കോൺഗ്രസിൻ്റെ അല്ലെങ്കിൽ KSUവിൻ്റെ ഒക്കെ ചരിത്രം അറിയാവുന്നവർക്ക് ഈ സംഭവം യാതൊരു നടപടിയോ അല്ലെങ്കിൽ ഫർദറായിട്ടുള്ള എന്തെങ്കിലും തീരുമാനങ്ങളോ ഇല്ലാതെ ഇത് അവസാനിച്ച് പോകാനാണ് സാധ്യത. കാരണം വെച്ചാൽ ഇപ്പോൾ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് നമ്മളിപ്പോൾ സസ്പെൻഷനിലായിട്ടുള്ള ആൾക്കാരെ തിരിച്ചെടുത്ത് കഴിഞ്ഞിട്ട് അടുത്ത 1-2 KPCC നിർവാഹക സമിതി യോഗവും അല്ലെങ്കിൽ ഇലക്ഷൻ കഴിഞ്ഞിട്ട് ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം വരുമ്പോൾ ഈ സംഭവം അവിടെ അവസാനിക്കുകയും മറ്റു കാര്യങ്ങളിലേക്ക് ഡീവിയേറ്റ് ചെയ്ത് പോവുകയും ചെയ്യും. കാരണം പ്രമുഖ നേതാക്കൾക്ക് ആർക്കും ഇത്തരം കാര്യങ്ങളെടുത്ത് തലയിൽ വയ്ക്കാൻ യാതൊരു താല്പര്യമില്ല കോൺഗ്രസിൻ്റെ ഇന്നത്തെ അവസ്ഥയിൽ. അപ്പോൾ അതുകൊണ്ട് സംഭവിക്കാൻ പോകുന്നത് വെച്ചാൽ ഇപ്പോൾ 4 പേരുണ്ട്. ഇപ്പോൾ കൈ മുറിഞ്ഞ് ഹോസ്പിറ്റലായവർ ചിലപ്പോൾ കേസെടുത്തുണ്ടാവും. കാരണം അതൊരു അക്രമമാണല്ലോ, വയലൻസ് ആണല്ലോ. അപ്പോൾ അതിൻ്റെ പേരിൽ കേസെടുത്തുണ്ടാവും. കുറച്ച് കഴിയുമ്പോൾ ആ കേസ് കോടതിയിൽ വരും, അല്ലെങ്കിൽ ഒത്തുതീർപ്പായി പോകും. കാരണം ഒത്തുതീർപ്പാകാൻ പറ്റുന്ന അവസ്ഥയിലാണല്ലോ, കാരണം 2 പാർട്ടിയോട് സഹകരിച്ച്. ഈ വിഷയങ്ങളൊന്നും ഇനി മുന്നോട്ട് പോകുന്നു നിങ്ങൾ വിചാരിക്കേണ്ട. കോൺഗ്രസ് ഉണ്ടാകുന്ന ഒരു സംഘർഷവും ഒരു ദിവസത്തിൻ്റെ അല്ലെങ്കിൽ ഇത്ര മണിക്കൂർ, ഇത്ര ദിവസം, ഇത്ര മാസം, അത്ര ആയുസുള്ളൂ അതിന്. അത് കഴിഞ്ഞാൽ അപ്പുറത്തേക്ക് അതെല്ലാം കൂടെ ഈ പറയുന്ന തമ്മിലടിച്ച് അനന്തകൃഷ്ണനും അലോഷ് സേവറും കൂടെ നാളെ കെട്ടിപ്പിടിച്ച് നിൽക്കണം നിൽക്കുകയാണ്. കാരണം അടിസ്ഥാനപരമായിട്ട് ഈ സംഭവം ഇത്രയേ ഉള്ളൂ. കാരണം വെച്ചാൽ ഇപ്പോൾ CPM പോലെ ഒരാളെ പുറത്ത് അങ്ങനെ ഒരു രാഷ്ട്രീയ സ്വഭാവമോ സംവിധാനമല്ല കോൺഗ്രസിലുള്ളത്. കോൺഗ്രസിലുള്ളത് എന്താണ്, അത് തന്നെയാണ് KSU യൂത്ത് പോകാം അല്ലേ? ഇതൊക്കെ ഇങ്ങനെ പോകും അല്ലേ ശ്രീമാൻ? എന്ത് ചെയ്യും? അല്ല, സാധാരണ ഇതിൽ ഇതൊക്കെ ഇങ്ങനെ പോകാനാണ് പതിവ്. VD സതീശൻ പറഞ്ഞ മാതിരി ഇതൊക്കെ സത്യത്തിൽ പറഞ്ഞാൽ അദ്ദേഹം പറഞ്ഞാൽ ശരി കേട്ടോ, അതൊക്കെ അങ്ങനെ തന്നെ പോകും. കാരണം വെച്ചാൽ കോൺഗ്രസിൽ എത്രയോ KSU ക്യാമ്പിലൊക്കെ എത്രയോ അടികൾ ഇങ്ങനെ നടന്നേക്കണം. നിങ്ങൾക്കൊന്നും ഓർമ്മ ഉണ്ടാവില്ല. ശരത്ചന്ദ്ര പ്രസാദും PT തോമസും തമ്മിൽ പ്രസിഡന്റ് സ്ഥാനം വെച്ച് മാറുന്ന ആ കാലഘട്ടത്തിലൊക്കെ ഉള്ള അടി എന്നൊക്കെ പറഞ്ഞാൽ ഇതൊന്നുമില്ല. അന്ന് പിന്നെ നമുക്ക് സോഷ്യൽ മീഡിയ ഇതുപോലെ ചാനലൊന്നും ഇല്ലാത്തതുകൊണ്ട് അറിയില്ലാന്നോ. ഇതൊക്കെ സ്ഥിരം നടക്കുന്ന 2 ആഴ്ചക്കുള്ളിൽ ആയുസ് ഉണ്ടാവില്ല. 2 ആഴ്ച ഇതുവരെ കൂടെ ഈ വിഷയത്തിൽ അതായത് ആ പഴയ കാലത്തും ഇതുപോലൊക്കെ ഇങ്ങനെയൊക്കെ ചെയ്തിട്ടാണ് പലരും ജീവിച്ചിരിപ്പില്ലല്ലോ. അല്ല, മദ്യപിച്ചു എന്നുള്ള അഭിപ്രായം എനിക്കില്ല കേട്ടോ.
മദ്യപിച്ചോന്ന് എനിക്കറിയില്ല. അല്ല, KPCC റിപ്പോർട്ടിലതില്ലേ? KPCC പരിശോധനയിൽ അത് വന്നിട്ടുണ്ടോ? ഇതൊന്നും ഒരിക്കലും മുന്നോട്ട് പോകില്ല. കാരണം കോൺഗ്രസ് അത് മാത്രം KPCC റിപ്പോർട്ടിനകത്ത് അനാവശ്യമായ ചില ശീലങ്ങൾ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആ പദം ഉപയോഗിച്ചിട്ടില്ല. കാരണം ഭാവിയിൽ ഈ പറഞ്ഞ സംഘടനാ നടപടിക്ക് KSUവിൻ്റെ ക്യാമ്പിനകത്ത് മുഴുവൻ പേരും മദ്യപിച്ചിരുന്നു എന്നൊരു ഔദ്യോഗിക സ്ഥിരീകരണം വേണ്ട എന്ന് കരുതിയിട്ടായിരിക്കും അനാവശ്യമായ ശീലങ്ങളും ആവശ്യമില്ലാത്ത ശീലം അല്ലേ, അനാവശ്യമായ ശീലങ്ങളും അച്ചടക്കമില്ലായ്മ. അതായത് ആ സംഘടനയ്ക്ക് എന്നല്ല ഒരു സംഘടനയ്ക്ക് ശീലങ്ങൾ. അല്ല, ഒരു കാര്യം പറഞ്ഞു, ഒരു തമാശ പറഞ്ഞോട്ടെ, ഒരു തമാശ ഞാൻ പറഞ്ഞോട്ടെ. ഈ ശരത്തേൻ്റെ ഒരു തമാശ ഞാൻ പറഞ്ഞോട്ടെ. ഇനി മദ്യപിച്ചു എന്ന് അതിനകത്ത് റിപ്പോർട്ട് ഉണ്ടെന്ന് വെച്ചോ, ഒരു കുഴപ്പമില്ല, 2 ആഴ്ച കഴിഞ്ഞാൽ ഇതെല്ലാം കൂടെ സെറ്റിലായി പോകും. കാരണം ഇതിന്റെ അടിസ്ഥാന സ്വഭാവം ഇങ്ങനെയാണ് കോൺഗ്രസിന്റെ. അങ്ങനെ ഇത് മുന്നോട്ട് പോകുള്ളൂ, അല്ലാതെ മുന്നോട്ട് പോകാനുള്ള മാർഗ്ഗമില്ല. ശരി, അടിസ്ഥാന സ്വഭാവം ഇതാണ്. ഇവിടെ ആർഷോ ഈ പ്രശ്നങ്ങൾ ഈ വിധം മുന്നോട്ട് പോകുമ്പോൾ പ്രതിപക്ഷ നേതാവ് അതിനെ ന്യായീകരിക്കാൻ ശ്രമിക്കുന്നത് യഥാർത്ഥത്തിൽ നേതൃത്വത്തിൻ്റെ പിന്തുണ, പ്രോത്സാഹനം എന്നതും വിമർശനപരമായി നിങ്ങൾ ഉന്നയിക്കുന്ന പ്രശ്നമാണോ? അല്ല, ഇതിനകത്ത് ഇപ്പോൾ KSUവിനെ സംബന്ധിച്ച് ഏറ്റവും നന്നായി അറിയുന്ന ഈ പറഞ്ഞ പോലെ നമ്മുടെ സഹപാനലിസ്റ്റ് തന്നെ വളരെ കൃത്യമായിട്ട് അതിനകത്ത് പറഞ്ഞു കഴിഞ്ഞു. ഏകദേശം അതിനോട് ചേർന്ന് നിൽക്കുന്ന നിലപാട് തന്നെയാണെന്ന് പ്രതിപക്ഷ നേതാവിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ളത്. അപ്പോൾ ഇതിൽ തല്ലുകൊണ്ട ആളുകളെ സംബന്ധിച്ച് അവർക്കൊരു നിലയ്ക്കും നീതി കിട്ടാൻ വേണ്ടി പോകുന്നില്ല. KSUവിനെ സംബന്ധിച്ചോ കോൺഗ്രസിനെ സംബന്ധിച്ച് ഇതിലൊരു മാറ്റം ഉണ്ടാകാൻ വേണ്ടി പോകുന്നില്ല. ഈ പറഞ്ഞ തല്ലുകൊണ്ട ആളുകളെ സംബന്ധിച്ചും ഈ പറഞ്ഞ ഈ നിലവിൽ സംഘടനാ നടപടി നേരിട്ട് പുറത്തു നിൽക്കേണ്ടി വരുന്ന ആളുകളെ സംബന്ധിച്ചൊക്കെ ഇവർ വർഷങ്ങൾക്ക് മുൻപ് ഈ തിരുവനന്തപുരം നഗരത്തിലൂടെയൊക്കെ സുധാകരനെ വിളിക്കൂ, കോൺഗ്രസിനെ രക്ഷിക്കൂ എന്നൊക്കെ പറഞ്ഞ് പോസ്റ്റർ ഒട്ടിച്ചും ഫ്ലെക്സ് വെച്ച് നടന്നിരുന്ന ആളുകളാണ്. അപ്പോൾ അവരെ ആരെങ്കിലുമൊക്കെ രക്ഷിക്കട്ടെ എന്നുള്ളതാണ്. ഇപ്പോൾ ഈ ദിവസങ്ങൾ, ഇപ്പോൾ ഇന്നലെയും ഇന്നൊക്കെ ആയിട്ട് ഒരുപാട് KSUവിൻ്റെ സംസ്ഥാന ഭാരവാഹികളും ജില്ലാ ഭാരവാഹികളൊക്കെ നമ്മളെ ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് ഞങ്ങൾക്ക് ഇങ്ങനെ അടി കൊണ്ട് ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ആളുകൾ അടിയേറ്റു, നിങ്ങൾ എന്തെങ്കിലും ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് നമ്മളെ ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അവരെ ആരെങ്കിലും രക്ഷിക്കട്ടെ എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ. ഞാൻ വളരെ ചുരുക്കം വാക്കുള്ള ഒരു കാര്യം കൂടി, ഇപ്പോൾ സ്കൂളൊക്കെ തുറക്കാൻ പോകുന്നൊരു കാലമാണല്ലോ. KSU ഇങ്ങനെ DJ ഒക്കെ നടത്തി തമ്മിലടിച്ച് വളരെ അവരുടെ എനർജി മുഴുവൻ അങ്ങനെയാണ് ഇപ്പോൾ റിലീസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. SFI എന്താണ് ചെയ്യുന്നത്? അല്ല, ഞങ്ങളെ സംബന്ധിച്ച് നിരവധി ക്യാമ്പയിനുകളുണ്ട്. നമുക്കൊരുക്കം അവർ പഠിക്കട്ടെ എന്നുള്ള പേരിൽ വർഷാരംഭ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് നിരവധിയായിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് പഠനോപകരണ വിതരണങ്ങൾ ഉൾപ്പെടെ നിലവിൽ ക്യാമ്പസുകൾ, സ്കൂളുകൾ ഓപ്പൺ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് ശുചീകരണ പ്രവർത്തനങ്ങൾ ഉൾപ്പെടെ ഇത്തവണ കൂടുതലായിട്ട് ഞങ്ങൾ ട്രൈബൽ മേഖലകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് ആ മേഖലയ്ക്കകത്ത മുഴുവൻ വിദ്യാർത്ഥികൾക്കും കേരളത്തിലെ മുഴുവൻ ട്രൈബൽ സെറ്റിൽമെൻറ്റിലെയും വിദ്യാർത്ഥികൾക്ക് ആവശ്യമായിട്ടുള്ള പഠനോപകരണങ്ങൾ ലഭ്യമാക്കുന്നതിന് വേണ്ടിയിട്ട് ആ വിദ്യാർത്ഥികളെ സ്കൂളിലെത്തിക്കുന്നതിന് വേണ്ടി, സ്കൂൾ വിദ്യാഭ്യാസം പൂർത്തിയായ ട്രൈബൽ മേഖലയിലെ വിദ്യാർത്ഥികളെ ക്യാമ്പസുകൾക്കകത്ത് എത്തിക്കുന്നതിന് വേണ്ടിയിട്ടൊക്കെ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങളെ സംബന്ധിച്ച് വളരെ തിരക്കിട്ട സമയമാണ്. ഒരുപാട് പ്രവർത്തനങ്ങൾ ഈ പറഞ്ഞ വിദ്യാർത്ഥികൾ ക്യാമ്പസിൽ എത്തുന്നതുമായി ബന്ധപ്പെട്ട് സംഘടിപ്പിക്കുന്നതിന് വേണ്ടിയുണ്ട്. അതോടൊപ്പം തന്നെ ഞങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട മെമ്പർഷിപ്പ് ക്യാമ്പയിൻ ഉൾപ്പെടെ ആയി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിനിടയിലാണ് ഈ പറഞ്ഞ പോലെ ഒരു മണിക്കൂർ നേരം ഈ KSUവിൻ്റെ ക്യാമ്പിലെ തമ്മിത്തല്ലിന് വേണ്ടി മാറ്റിവെക്കേണ്ടി വന്നത് എന്നതിനകത്ത് നല്ല പ്രയാസമുണ്ട് എന്നുള്ളതാണ് സൂചിപ്പിക്കാൻ. എന്നാലും വിദ്യാർത്ഥി സംഘടനാ രംഗത്തുണ്ടാകുന്ന ഇത്തരം പ്രശ്നങ്ങൾ അത് ചർച്ച ചെയ്തു പോകേണ്ടത് കൂടിയാണ്. അവിടെ SFIയുടെ സാന്നിധ്യം ആവശ്യമാണ് എന്നുള്ളത് കൊണ്ടാണ് നിങ്ങളെ ഇതിലേക്ക് ക്ഷണിച്ചത്. കാരണം മറ്റ് നല്ല കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിനിടയിൽ ഇതിനുവേണ്ടി ഒരു മോശം കാര്യം ചർച്ച ചെയ്യാൻ സമയം മെനക്കെടുത്തി എന്ന് പറയുന്നതും വസ്തുതാപരമായി ഗൗരവത്തോടെ ആലോചിക്കേണ്ട ഒരു വിഷയം തന്നെയാണ്. നിർഭൻ 2 വാചകത്തിൽ, അതായത് ശ്രീകുമാർ പറഞ്ഞ പോലെയാണ് അതിൻ്റെ ഒരു സത്യം. ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല, അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ചർച്ചയെ നിർത്താം. അദ്ദേഹം ഈ ഒരു കണക്കിന് അദ്ദേഹം ഇത് ബാധ്യസ്ഥനല്ല, അദ്ദേഹം ഇതിൻ്റെ ഭാഗമായി ന്യായീകരിക്കാൻ അദ്ദേഹം ബാധ്യസ്ഥനല്ല. പക്ഷേ അദ്ദേഹം ചില കാര്യങ്ങൾ തുറന്നു പറഞ്ഞു. അത് തന്നെയാണ് എൻ്റെ അഭിപ്രായം. തുറന്നു പറഞ്ഞു. ഒന്ന്, പിന്നെ നമ്മൾ ഈ ആർഷോ ഒഴിച്ച് ഈ പാനലിരിക്കുന്ന 3 പേരും മാധ്യമപ്രവർത്തകരാണ്. ശ്രീകുമാർ മാനേലും സീനിയറായിട്ടുള്ള മാധ്യമപ്രവർത്തകർ. എനിക്ക് ഈ നടപടി വന്നപ്പോൾ അനന്തകൃഷ്ണൻ അടക്കം 4 പേർക്ക് നടപടി വന്നപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് കരയണോ ചിരിക്കണോ എന്ന് തോന്നി. കാരണം എനിക്കാണല്ലോ വിഷ്വൽ കിട്ടിയത്. ചെറുപ്പക്കാരനെ സസ്പെൻഷൻ മേടിച്ചു കൊടുത്ത് നിങ്ങളാണ്. തന്നയാളാകത്തുണ്ട്. അപ്പോൾ എനിക്ക് സോഴ്സ് ചോദിക്കുന്നത് ശരിയല്ലാന്നറിയോ? ഉള്ളതാണോ? അല്ല, തന്നയാള് ഇപ്പോഴും KSU സംഘടനയ്ക്കകത്തുണ്ട്. അനന്തകൃഷ്ണനാണ് സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. സത്യം പറഞ്ഞാൽ പെട്ടെന്ന് എനിക്ക് ഈ സംഘടന ഇപ്പോഴും ആ കാര്യങ്ങളിൽ പോലും പരിശോധന നടത്താനുള്ള വിവരമോ ആ കാര്യങ്ങൾ ശേഖരിക്കാനുള്ള വിവരങ്ങൾ പോലും ആ സംഘടനയ്ക്കില്ല എന്ന് പറഞ്ഞു. ഇതിലൊന്നും പങ്കാളിയല്ലാത്ത ഞാൻ ഈ സമീപകാലത്ത് മറ്റ് KSUമായി ബന്ധപ്പെട്ട സമരങ്ങളിലൊക്കെ അദ്ദേഹത്തെ വിളിച്ചിട്ടുണ്ട്. സമീപകാലത്ത് ഒട്ടുമേ ബന്ധപ്പെടാത്ത, ഫോണിൽ പോലും ബന്ധപ്പെടാത്ത അനന്തകൃഷ്ണനാണ് എനിക്ക് ഈ വിഷ്വൽ തന്നതെന്ന് അറിഞ്ഞപ്പോൾ ശ്രീമാത മാനേലിനെ അറിയാലോ, നിറച്ച് സമാനമായ വാർത്തകൾ സോഴ്സൊക്കെ അറിയിച്ചുകൊണ്ടായിരിക്കും. സത്യം പറഞ്ഞാൽ വല്ലാത്തൊരു ഞെട്ടലാണ് എനിക്ക് തോന്നിയത്. പ്രത്യേകിച്ച് KSUവിനോടാണ് സഹതാപം തോന്നിയത്.
നൃപൻ്റെ ആ KSU സുഹൃത്ത് ചിരിക്കുന്നുണ്ടാവും ഇതൊക്കെ കണ്ട്. തീർച്ചയായും ശ്രീകുമാർ താങ്ക് യു. ശ്രീകുമാർ മനയിൽ, അതുപോലെ തന്നെ PM ആർഷോ, ഒപ്പം നൃപൻ. ഞങ്ങൾ KSUവിനകത്തെ തല്ലും കോലാഹലവും നേതാക്കൾ അതിനെ പിന്തുണയ്ക്കുന്നതും അതിലെ നേതാക്കളുടെ ഭിന്ന കാഴ്ചപ്പാടുകളും സതീശനും സുധാകരനും തമ്മിലുള്ള വ്യത്യസ്ത നിലപാടുകളും ഭിന്നതയും ഒക്കെയാണ് ഇതിൻ്റെ പശ്ചാത്തലത്തിൽ ചർച്ച ചെയ്തത്.